शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्थेष्वभिज्ञस्वराट् तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा धाम्ना स्वेन सदा निरस्तकुहकं सत्यं परं धीमहि। धर्मः प्रोज्झितकैतवोऽत्र परमो निर्मल्सराणां सतां वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तत्क्षणात्। निगमकल्पतरोर्गलितं फलं सुगमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमतितितीर्षतां तमोऽन्धं संसारिणां करुणयाः पुराणगुह्यं तं व्याससूनुमुपयामि गुरुं मुनीनां। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः। देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। भूतैर्महद्भिर्ययिमा पुरो विभुः निर्मायशेते यदमूषु पूरुषः। भुङ्क्ते गुणान् षोडश षोडशात्मकः सोऽलङ्कृषीष्ट भगवान् वजांसि मे। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। नमः पङ्कजनाभाय नमः पङ्कजमालिने नमः पङ्कजनेत्राय नमस्ते पङ्कजाङ्ग्रये। पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि। वातालयेशमनिशं हृदि भावयामि। ओम नमो भगवते वासुदेवाय।
ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. എല്ലാവർക്കും ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ ഗുരുവായൂരായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സുകൾക്ക് മാറ്റം വന്നത്. ഇന്നലെ ക്ലാസ് ഉണ്ടായില്ല, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായത്. ഹരിയും. ഗുരുവായൂരിലത്തെ വിശേഷമൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗയിൽ ഭാഗവതം ചതുർത്ഥ സ്കന്ധം 22-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 20-ാം ശ്ലോകവും മറ്റേ എടുത്തത് തോന്നുന്നുണ്ട്. അതെ, 20 വരെ എടുത്തെന്നാണ് ഓർമ്മ, അല്ലെങ്കിൽ നിങ്ങൾ പറയും. എന്തായാലും നമുക്ക് ആദ്യത്തെ 44 ശ്ലോകങ്ങൾ വായിക്കും. 40 വരെ വായിക്കാം. ബാക്കി പിന്നീട് വായിക്കാം. 63 ശ്ലോകങ്ങളാണുള്ളത്. 17 വരെ എടുത്തിട്ടുള്ളൂ. ഉറപ്പാണോ? ഓക്കെ. മൈത്രേയ ഉവാച 17 വരയ്ക്കാണ് എടുത്തത് അല്ലേ? ഓക്കെ. ഓം. അഥ ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ 22-തമോऽധ്യായഃ. മൈത്രേയ ഉവാച. ജനേഷു പ്രഗൃണൽസ്വേവം പൃഥും പൃഥുലവിക്രമം തത്രോപജഗ്മുർമുനയഃ ചത്വാരഃ സൂര്യവർച്ചസഃ. താംസ്തു സിദ്ധേശ്വരാൻ രാജാ വ്യോംനോവതരതോർച്ചിഷാ ലോകാൻ അപാപാൻ കുർവത്യാസാനുഗോചഷ്ടലക്ഷിതാൻ തദ്ദർശനോദ്ഗതാൻ പ്രാണാൻ പ്രത്യാദിൽ സുരിവോത്തിതഃ സ സദസ്യാനുഗോ വൈന്യഃ ഇന്ദ്രിയേശോ ഗുണാനിവ ഗൗരവാദ്യന്ദ്രിതഃ സഭ്യഃ പ്രശ്രയാനതകന്ദരഃ വിധിവത് പൂജയാൻ ചക്രേ ഗൃഹീതാഭ്യർഹണാസനാൻ തൽപാദശൗചസലിലൈർമാർജിതാളകബന്ധനഃ തത്ര ശീലവതാം വൃത്തം ആചരൻ മാനയന്നിവ ഹാടകാസന ആസീനാൻ സ്വധിഷ്ണ്യേ ശിവപാവകാൻ ശ്രദ്ധാ സംയമ സംയുക്തഃ പ്രീതഃ പ്രാഹഭവാഗ്രജാൻ. പൃഥുർവാച. അഹോ ആചരിതം കിം മേ മംഗളം മംഗളായനാഃ യസ്യ വോ ദർശനം ഹ്യാസി ദുർദർശാനാം ച യോഗിഭിഃ കിം തസ്യ ദുർലഭതരം ഇഹ ലോകേ പരത്ര ച യസ്യ വിപ്രാഃ പ്രസീദന്തി ശിവോ വിഷ്ണുശ്ച സാനുഗഃ നൈവ ലക്ഷയതേ ലോകോ ലോകാൻ പര്യടതോഭിയാൻ യഥാ സർവദൃശം സർവ ആത്മാനം യസ്യ ഹേതവഃ അധനാ അപി തേ ധന്യാഃ സാധവോ ഗൃഹമേദിനഃ യദ്ഗൃഹാഹ്യർഹപര്യാംബു തൃണഭൂമീശ്വരാവരാഃ വ്യാളാലയദ്രുമാവൈതേപി അരിക്താഖില സമ്പദഃ യദ്ഗൃഹാസ്തീർത്ഥപാദീയപാദതീർത്ഥവിവർജിതാഃ സ്വാഗതം വോ ദ്വിജശ്രേഷ്ഠാഃ യദ്വ്രതാനി മുമുക്ഷവഃ ചരന്തി ശ്രദ്ധയാ ധീരാഃ ബാലായേവ ബൃഹന്തി ച കച്ഛിന്നഃ കുശലം നാദ ഇന്ദ്രിയാർത്ഥാർത്ഥവേദിനാം വ്യസനാവാപയേതസ്മിൻ പതിതാനാം സ്വകർമ്മഭിഃ
ഭവൽ സുകുശല പ്രശ്ന ആത്മാ രാമേഷു നേഷ്യത്തെ കുശലാകുശലാ യത്ര ന സന്തി മതിവൃത്തയഃ തദഹം കൃതവിശ്രംഭഃ സുഹൃദോ വസ്തപസ്വിനാം സംപൃച്ഛേ ഭവയേതസ്മിൻ ക്ഷേമഃ കേനാഞ്ജസാ ഭവേത് വ്യക്തമാത്മവതാമാത്മാ ഭഗവാനാത്മഭാവനഃ സ്വാനാം അനുഗ്രഹായേ മാം സിദ്ധരൂപീ ചരത്യജഃ. മൈത്രേയ ഉവാച പൃതോസ്തൽ സൂക്തമാകർണ്യ സാരം സുഷ്ടുമിതം മധു സ്മയമാന ഇവ പ്രീത്യാ കുമാരഃ പ്രത്യുവാചഃ. സനൽകുമാര ഉവാച സാധു പൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മന ഭവതാ വിദുഷാ ചാപി സാധൂനാം മതിരീദൃശീ സംഗമ ഖലു സാധൂനാം ഉഭയേഷാം ച സമ്മതഃ യൽ സംഭാഷണ സംപ്രശ്നഃ സർവേഷാം വിതനോതിശം. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാവിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്തരാത്മനഃ. ശാസ്ത്രേഷ്യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്രഗ്വിമൃശേഷു ഹേതുഃ അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയാ. സാ ശ്രദ്ധയാ ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയാ ആധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവക്കഥയാ പുണ്യയാ ച. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യതൃഷ്ണയാം സഗോഷ്ഠ്യതൃഷ്ണയാ തൽ സമ്മതാനാം അപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാ ഹരേർഗുണപീയൂഷപാനാത്. അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുനാ യമൈരകാമൈർനിയമൈശ്ചാപ്യനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിദീക്ഷയാ ച. ഹരേർമുഹുസ്തൽപരകർണപൂരഗുണാവിധാനേന വിജൃംഭമാണയാ ഭക്ത്യാ ഹ്യസംഗഃ സദസത്യനാത്മനി സ്യാം നിർഗുണേ ബ്രഹ്മണി ചാഞ്ച സാരഥിഃ. യഥാരതിർബ്രഹ്മണി നൈഷ്ഠികീ പുമാൻ ആചാര്യവാൻ ജ്ഞാനവിരാഗർംഹസ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമിവോത്ഥിതോഗ്നിഃ. ദഗ്ധാശയോ മുക്തസമസ്തദ്ഗുണോ നൈവാത്മനോ ബഹിരന്തർവിചഷ്ടേ പരാത്മനോർയദ്വ്യവധാനം പുരസ്താദ് സ്വപ്നേ യഥാ പുരുഷസ്തദ്വിനാശേ. ആത്മാനമിന്ദ്രിയാർത്ഥം ച പരം യദുഭയോരപി സത്യാശയോപാധൗ വൈ പുമാൻ പശ്യതി നാന്യതാ. നിമിത്തേ സതി സർവത്ര ജലാദാവപി പൂരുഷഃ ആത്മനശ്ച പരസ്യാഭിഭിതാം പശ്യതി നാന്യതാ. ഇന്ദ്രിയൈർവിഷയാകൃഷ്ടൈരാക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാം ഹരതേ ബുദ്ധേഃ സ്തംഭസ്തോയമിവ ഹൃദാത്. ഭ്രശ്യത്യനുസ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശസ്മൃതിക്ഷയേ തദ്രോധം കവയഃ പ്രാഹുഃ ആത്മാവന്നവമാത്മനഃ. നാദഃ പരതരോ ലോകേ പുംസസ്വാർത്ഥവ്യതിക്രമഃ യദദ്യന്യസ്യ പ്രേയസ്ത്വം ആത്മനഃ സ്വവ്യതിക്രമാത്. അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം നിർവാർത്ഥാപന്നവോ സർവാർത്ഥാപന്നവോ നൃണാം ഭ്രംശിതോ ജ്ഞാനവിജ്ഞാനാദ്യേനാവിശതി മുഖ്യതാം. ന കുര്യാത് കർഹിചിൽ സംഗം തമസ്തീവ്രം തിതീരിഷുഃ ധർമാർത്ഥകാമമോക്ഷാണാം യദത്യന്തവിഘാതകം തത്രാപി മോക്ഷ ഏവാർത്ഥാത്യന്തികതയേഷ്യത്തെ ത്രൈവർഗ്യോർത്ഥോ യതോ നിത്യം കൃതാന്തഭയസംയുതഃ. പരേവരേ ച യേ ഭാവാ ഗുണവ്യതികരാതനു ന തേഷാം വിദ്യതേ ക്ഷേമം ഈശവിദ്വംസിതാശിഷാം. തത്വം നരേന്ദ്ര ജഗതാമദതസ്ഥുഷാം ച ദേഹേന്ദ്രിയാസു ദിഷണാത്മഭിരാവൃതാനാം യക്ഷേത്രവിത്തപതയാ ഹൃദി വിശ്വകാവിഃ പ്രത്യക്ഷകാസ്തി ഭഗവാൻ തമവേഹി സോസ്മി. യസ്മിന്നിദം സദസദാത്മതയാ വിഭാതി മായാ വിവേക വിദുധി സ്രജിവാഹി ബുദ്ധിഃ തം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ തത്വം പ്രത്യൂഢ കർമ്മ കലില പ്രകൃതിം പ്രപദ്യേ. യൽപാദ പങ്കജ പലാശ വിലാസ ഭക്ത്യാ കർമാശയം ഗ്രദിതമുദ്ഗ്രദയന്തി സന്തഃ
തദ്വന്നരിക്തമതയോ യതയോ വിരുദ്ധ സ്രോതോ ഗണാസ്തമരണം ഭജ വാസുദേവം കൃച്ഛ്രോ മഹാനിഹ ഭവാന്നവമപ്ലവേശാം ഷഡ്വർഗ നക്രമസുഖേന തിതീരിഷന്തി തത്വം ഹരേർഭഗവതോ ഭജനീയമംഗ്രിം കൃത്വോടുപം വ്യസനമുത്തര ദുസ്തരാർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം. നാരായണ. ഇപ്പോ കഴിഞ്ഞ അധ്യായത്തിൽ പൃഥുവിൻ്റെ യജ്ഞശാലയിൽ ഭഗവാൻ പ്രത്യക്ഷമായതും ആ ഭഗവാൻ പൃഥുവിന് കൊടുത്ത ഉപദേശങ്ങളും വരം ചോദിച്ചോളാൻ ആവശ്യപ്പെട്ടതും അങ്ങനെ വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടതായിട്ടുള്ള പൃഥു ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തനിക്ക് വരമായിട്ട് വേണ്ടത് സത്സംഗമാണ്, അഥവാ ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കാനുള്ളതായിട്ടുള്ള ഭാഗ്യമാണ് വേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ 10,000 ചെവി തന്ന് അനുഗ്രഹിച്ചാലും എന്ന് പ്രാർത്ഥിച്ചതും, അത് കഴിഞ്ഞ് ആ പൃഥു തൻ്റെ പ്രജകളെ പരിപാലിച്ചതും പ്രജകൾക്ക് വേണ്ടി ഉപദേശങ്ങൾ കൊടുത്തതും ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുത്തതും, അത് കഴിഞ്ഞ് മഹാത്മാക്കളെ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, ബ്രാഹ്മണരെ ബഹുമാനിക്കേണ്ടതായിട്ടുള്ള വിഷയം വളരെ ഭംഗിയായിട്ട് ഉപദേശിച്ചു. അതെല്ലാമാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഈ അധ്യായത്തിൽ, ഈ 22-ാം അധ്യായത്തിൽ ആ പൃഥുവിൻ്റെ മഹത്വത്തെ പ്രജകളും സദസ്യരുമെല്ലാം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ സൂര്യവർച്ചസ്സുകളായിരിക്കുന്ന 4 മുനികൾ അവിടെ ഉപഗമിച്ചു. ആകാശത്തു നിന്ന് അവതരിച്ചതായിട്ടുള്ള സിദ്ധേശ്വരന്മാരായ, ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്നതായിട്ടുള്ള ആ മഹാപുരുഷന്മാരായ സനകാദികളെ അവിടെയുള്ള എല്ലാവരും ദർശിച്ചു, കണ്ടു. സദസ്സിൽ പ്രമുഖനായ പൃഥു ചക്രവർത്തി അവരെ കാണുമ്പോൾ തൻ്റെ ഉള്ളിലുള്ള പ്രാണൻ അവരെ സ്വീകരിക്കാൻ അഭ്യുത്ഥാനം ചെയ്തു പോകുന്നത് അറിഞ്ഞുകൊണ്ട് ആ പ്രാണനെ തിരിച്ചു കൊണ്ടുവരുവാൻ എന്നതുപോലെ സദസ്യന്മാരോടുകൂടെ അദ്ദേഹം എഴുന്നേറ്റ് അവരെ എതിരേൽക്കുന്നതായിട്ടുള്ള രംഗങ്ങളും, അവരെ വിധിവത് പൂജിക്കുന്നതും, അവരുടെ പാദം കഴുകിയതായിട്ടുള്ള സലിലം മാർജിത അളകബന്ധന, തൻ്റെ അളകബന്ധനത്തിൽ അവരുടെ കാല് കഴുകിയ വെള്ളത്തെ ശിരസാ ധരിച്ചതും, എങ്ങനെയാണോ സദാചാരശീലമുള്ളവർ മഹാത്മാക്കളെ സൽക്കരിക്കുക അതുപോലെയെല്ലാം സൽക്കരിച്ച് സ്വർണ്ണ നിർമ്മിതമായ ആസനങ്ങളിൽ അവരെ ഇരുത്തി, അഗ്നികുണ്ഡങ്ങളിൽ ജ്വലിക്കുന്ന അഗ്നികളെ പോലെ ഇരിക്കുന്ന ആ സനകാദികൾ അവരോട് ശ്രദ്ധയോടുകൂടെ, വിനയത്തോടുകൂടെ, പ്രേമത്തോടുകൂടെ ആ മഹാദേവന്റെ ജ്യേഷ്ഠന്മാരായ സനകാദികളോട് പൃഥു ചോദ്യം ചെയ്തു. അവരോട് ഇങ്ങനെ പ്രശ്നം ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പൃഥുവിൻ്റെ വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം കണ്ടത്. ഞാൻ എന്ത് പുണ്യമാണ്, എന്ത് മംഗളമാണ് ആചരിച്ചിരിക്കുന്നത്, അല്ലയോ മംഗള നിലയനന്മാരെ,
മംഗളമൂർത്തികളെ, നിങ്ങൾ ഇവിടെ വരുവാനായിക്കൊണ്ട് ഞാൻ എന്ത് സുഹൃതം ചെയ്തു? യോഗികൾക്ക് പോലും ദുർദർശമായിട്ടുള്ളതാണ് നിങ്ങളുടെ ദർശനം. അങ്ങനെയുള്ള നിങ്ങളുടെ ദർശനം എനിക്ക് സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്തൊക്കെയോ പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെയോ മംഗളകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, സംശയമില്ല. എനിക്കറിയില്ല ഞാൻ എന്ത് മംഗളമാണ് ചെയ്തതെന്ന്, കാരണം പൂർവ്വജന്മങ്ങളിൽ ചെയ്തതായിരിക്കാം. നിങ്ങളെപ്പോലെയുള്ള മഹാത്മാക്കൾ ആരുടെ നേരെ പ്രസാദിക്കുന്നുവോ അവന് ഈ ലോകത്തിലോ പരലോകത്തിലോ ദുർലഭതരമായിട്ട് എന്താണുള്ളത്? മഹാവിഷ്ണുവും മഹാദേവനും ആരുടെ നേരെ പ്രസാദിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ബ്രാഹ്മണരും ആരുടെ നേരെ പ്രസാദിക്കുന്നുവോ അവർക്കെല്ലാം ലഭിക്കുന്നു എല്ലാ ലോകങ്ങളിലും. ഇനി നിങ്ങൾ എല്ലായിടത്തും സഞ്ചരിക്കുന്നവരാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നിങ്ങളെ എളുപ്പത്തിൽ കണ്ടുകിട്ടുന്നവരല്ല. എന്നാൽ ദരിദ്രന്മാർ പോലും ധന്യരാകുന്നു. അങ്ങനെ ഏത് ഗൃഹസ്ഥാശ്രമികളാണോ, ആരുടെ ഗൃഹങ്ങളിലാണോ നിങ്ങളെ പോലെയുള്ള മഹാത്മാക്കളുടെ പാദതീർത്ഥം സ്പർശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ പാദധൂളികൾ പതിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാദസ്പർശമേൽക്കുന്നത്, അതുപോലെ അവിടുത്തെ പുല്ലുപായ ഇരിക്കാനായി കൊണ്ടിട്ട് കൊടുക്കുന്ന ദർഭപ്പുല്ലുകളാവാം, അതുപോലെ തന്നെ ഭൂമി, അവിടുത്തെ യജമാനൻ, അതുപോലെ ഭൃത്യന്മാർ എല്ലാവരും പവിത്രീകരിക്കപ്പെടുന്നു. നിങ്ങളെപ്പോലെയുള്ള മഹാത്മാക്കൾ ആരുടെ ഗൃഹത്തിലാണോ, ഏത് ദരിദ്രനായിക്കോട്ടെ അവരുടെ ഗൃഹത്തിലേക്ക് ചെല്ലുന്നതോടുകൂടി അവർ ധന്യരായിത്തീരുന്നു. അവർക്ക് എന്തെന്നില്ലാത്ത നിറവുണ്ടാകുന്നു. അതല്ലാത്ത നിങ്ങളെപ്പോലെയുള്ള മഹാത്മാക്കൾ ചെല്ലാത്ത ഗൃഹങ്ങൾ പാമ്പിന്റെ പൊത്തുകൾ, ഏതൊക്കെ മരങ്ങളിൽ പൊത്തുകൾ ഉണ്ടാവും, ആ പൊത്തുകളിൽ പാമ്പുകൾ വസിക്കുന്നുണ്ട്. അതുപോലെയുള്ളതായിട്ടുള്ള എത്ര സമ്പത്തുണ്ടായിക്കോട്ടെ അതൊന്നും കാര്യമില്ല. സമ്പന്നന്മാരുടെ വീടുകളാണെങ്കിലും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടെങ്കിലും മഹാത്മാക്കളുടെ പാദസ്പർശം ഏൽക്കാത്ത, മഹാത്മാക്കളെ സൽക്കരിക്കാത്ത ഗൃഹങ്ങൾ വിഷപ്പാമ്പുകളുടെ മാളങ്ങൾ പോലെയാകുന്നു. അപകടകരമാണ്, ഭയങ്കരങ്ങളാണ് എന്നർത്ഥം. വ്യാളാലയ ദ്രുമാവൈതേ അരിക്താഖില സമ്പദ യദ്ഗൃഹാ തീർത്ഥപാദീയ പാദതീർത്ഥ വിവർജിതാഹ. ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള മഹാത്മാക്കളുടെ പാദതീർത്ഥം വിവർജിതമായിരിക്കുന്ന ഗൃഹങ്ങൾ വ്യാളാലയങ്ങളാണ്, സർപ്പഗൃഹങ്ങളാണ്, മാളങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ധന്യരാണ്, അങ്ങ് നിങ്ങൾ വരുവിൻ. സ്വാഗതം വോ ദ്വിജശ്രേഷ്ഠാഹ യദ്വ്രതാനി മുമുക്ഷവഃ ചരന്തി ശ്രദ്ധയാ ധീര ബാലായേവ ബൃഹന്തി ച. നിങ്ങള് ബാലന്മാരായിരിക്കെ തന്നെ ആ ബൃഹത്തായ വ്രതങ്ങൾ, ബൃഹന്തി വ്രതാഹ ചരന്തി, ആ ബൃഹദ്വ്രതം എന്നുള്ള ബ്രഹ്മചര്യവ്രതം, നൈഷ്ഠിക ബ്രഹ്മചര്യവ്രതമാണല്ലോ നിങ്ങൾ ചരിക്കുന്നത്. മുമുക്ഷുക്കളായിട്ടുള്ള ആളുകൾ ഏത് വ്രതമാണോ അനുഷ്ഠിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ ബാലരായിരിക്കുമ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നത്. ഇനി ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഈ സംസാര സാഗരത്തിൽ വ്യസനങ്ങളുടെ വിളനിലമായിട്ടുള്ള ഈ സംസാരത്തിൽ പതിച്ചിരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഒരിക്കലും കുശലം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങളോട് കുശലപ്രശ്നം ചോദിക്കുന്നത്, ആത്മാരാമന്മാരായിട്ടുള്ള നിങ്ങളോടുള്ളതായിട്ടുള്ള കുശലപ്രശ്നം അപ്രസക്തമാണ്, വാസ്തവത്തിൽ നിരർത്ഥകമാണ്. കാരണം നിങ്ങളുടെ മതിവൃത്തികൾ കുശലാകുശല സ്വഭാവമുള്ളവയല്ല. എപ്പോഴും നിറവുള്ളവരാണ്, സന്തുഷ്ടരാണ്. അതുകൊണ്ട് നിങ്ങളിൽ വിശ്വാസത്തോടുകൂടി, നിങ്ങൾ ദുഃഖിക്കുന്നവരുടെ സുഹൃത്തുക്കളാണല്ലോ, സുഹൃതോവസ് തപസ്വിനാം. അതുകൊണ്ട് സംപൃച്ഛേ, നിങ്ങളോട് ഞാൻ ചോദ്യം ചെയ്യുന്നു, പ്രശ്നം ചെയ്യുന്നു. ഭവേ ഏതസ്മിൻ ക്ഷേമഃ കേന അഞ്ജസാ ഭവേത്. ഏതസ്മിൻ ഭവേ, ഈ സംസാരത്തിൽ, കേന അഞ്ജസാ ക്ഷേമഃ ഭവേത്, എന്ത് ചെയ്താലാണ് എളുപ്പത്തിൽ ക്ഷേമമുണ്ടാവുക, എങ്ങനെയാണ് ക്ഷേമം പ്രാപിക്കുക, പ്രയാസരഹിതമായി പെട്ടെന്ന് ക്ഷേമത്തെ പ്രാപിക്കുവാനുള്ള വഴി നിങ്ങളോട് ചോദിക്കുകയാണ്. വ്യക്തം ആത്മവതാം ആത്മാ ഭഗവാൻ ആത്മഭാവനഃ സ്വാനാം അനുഗ്രഹായ മാം സിദ്ധരൂപീ ചരത്യജഃ.
ആത്മജ്ഞാനികളുടെ ആത്മസ്വരൂപനായിരിക്കുന്ന ആത്മഭാവനായിരിക്കുന്ന ആ ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുവാനായിക്കൊണ്ട് ആ ജന്മാദിഹീനനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് നിങ്ങളെപ്പോലെയുള്ള സിദ്ധന്മാരുടെ രൂപത്തിൽ ഇപ്പൊ ചരിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് വ്യക്തം, നിശ്ചയം, യാതൊരു സംശയവുമില്ല. ഇങ്ങനെ പൃഥു ചക്രവർത്തി സനകാദികളെ തൻ്റെ ഗൃഹത്തിൽ ആഗതരായവരെ കണ്ട് അത്യന്തം സന്തോഷിച്ചുകൊണ്ട് അവരെ സ്തുതിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തൻ്റെ ഭാഗ്യത്തെ സ്തുതിച്ചുകൊണ്ട് അവരോട് ചോദിക്കാനുള്ളത് ചോദിച്ചു. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ഒറ്റ ചോദ്യമാണ്. ഭവ ഏതസ്മിൻ ക്ഷേമഃ കേന അഞ്ജസാ ഭവേത്. ഏതസ്മിൻ ഭവേ കേന ക്ഷേമഃ അഞ്ജസാ ഭവേത്. എന്തുകൊണ്ട് ക്ഷേമം വേഗത്തിലുണ്ടാവും, എളുപ്പത്തിലുണ്ടാവും, പ്രയാസരഹിതമായിട്ട് ക്ഷേമം പ്രാപിക്കുവാൻ ഈ സംസാരത്തിൽ എന്താ വഴി? ഒറ്റ ചോദ്യമാണ് അല്ലേ? നമ്മുടെ വിതുരൻ മുമ്പേ ചോദിച്ച ചോദ്യം തന്നെയാണ്. ആ വിതുരന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന മൈത്രേയ മഹർഷി, വിതുര, നിന്നെ പോലെ ഭഗവാന്റെ അവതാരമൂർത്തിയായ പൃഥുവും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിതുരനും ചോദിച്ചത് എന്താണ്? സുഖായ കർമാണി കരോതി ലോകഃ നതൈ സുഖം വാന്യതുപാരമം വാ വിന്ദേത ഭൂയത്തതയേവ ദുഃഖം യദത്ര യുക്തം ഭഗവാൻ വദേന്നഃ. അപ്പൊ എല്ലാവരും സുഖത്തിനായി കഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും വർദ്ധിച്ച ദുഃഖത്തെ തന്നെ അനുഭവിക്കുന്നു. അപ്പൊ എന്ത് ചെയ്താലാണ് ഈ ദുഃഖ നിവൃത്തി ഉണ്ടാവുക, സുഖപ്രാപ്തി ഉണ്ടാവുക എന്നായിരുന്നു വിതുരന്റെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് മൈത്രേയൻ ആ തൃതീയ സ്കന്ധത്തിലെ 5-ാം അധ്യായം മുതൽക്ക് പറഞ്ഞു തുടങ്ങിയത്. ഈ ചതുർത്ഥ സ്കന്ധവും അതിനുള്ള മറുപടി തന്നെയാണ്. അപ്പൊ ഇവിടെ അതേ ചോദ്യം തന്നെ വേറൊരു മഹാത്മാവ് ചോദിച്ചു. ഭവ ഏതസ്മിൻ ക്ഷേമഃ കേന അഞ്ജസാ ഭവേത്. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മനുഷ്യരായിട്ടുള്ള എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്. ബുദ്ധിയുള്ളവരെല്ലാവരും, വിവേകമുള്ളവരെല്ലാവരും ചോദിക്കേണ്ടതാണ്. ഈ സംസാരത്തിൽ എങ്ങനെ ക്ഷേമമുണ്ടാകും, എളുപ്പത്തിൽ ക്ഷേമമുണ്ടാവാനുള്ള വഴി എന്താണ്? ഇത് അറിയേണ്ടവരോട് ചോദിച്ചാലേ ശരിയായ മറുപടി കിട്ടുകയുമുള്ളൂ. ആ അറിയേണ്ടവരെ കണ്ടാൽ തിരിച്ചറിയണം നമുക്ക് ആദ്യം. അപ്പൊ അതിനൊക്കെ ഒരു സംസ്കാരം വേണം. ചോദിക്കാനുള്ള ചോദ്യത്തിന് വ്യക്തത നമ്മുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വരണം. അതാരോടാണ് ചോദിക്കേണ്ടത് എന്നുള്ള അറിവുണ്ടാവണം. അങ്ങനെയുള്ളവരെ കണ്ടാൽ തിരിച്ചറിയണം. അവരെ കണ്ടാൽ ഇത് തന്നെ ചോദിക്കാനും തോന്നണം. അതിന് സംസ്കാരം വേണം, അതിന് പുണ്യം വേണം. അങ്ങനെയുള്ള പുണ്യാത്മാക്കൾക്ക് മാത്രമേ ഈ ചോദ്യം മഹാത്മാക്കളോട് ചോദിക്കാനായിട്ട് അവസരം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഇത്രയും നല്ല ചോദ്യം പൃഥു ചോദിച്ചു വെച്ചു. ആ പൃഥുവിനോട് സനൽകുമാരൻ മറുപടി പറയുന്നു എന്ന് മൈത്രേയ മഹർഷി പറഞ്ഞു. പൃഥോഹോ തൽ സൂക്തമാകർണ്യ സാരം സുഷ്ടുമിതം മധു സ്മയമാന ഇവ പ്രീത്യാ കുമാരഃ പ്രത്യുവാചഃ. പൃഥുവിന്റെ ആ സൂക്തം സുഷ്ടുവായി പറയപ്പെട്ടത്, സുഷ്ടുക്തം ഇതി സൂക്തം, വെൽ സെഡ് എന്നർത്ഥമാണ്. നന്നായി പറയപ്പെട്ടത്. എന്തൊക്കെയാണത്? സാരം, വളരെ സാരവത്തായിട്ടുള്ളതാണ്, ചുരുക്കി സാരമായിട്ടുള്ളതാണ് എടുത്ത് ചോദിച്ചത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും തോന്നേണ്ട സാരമായ ചോദ്യമാണത്. സാരം, സുഷ്ടു, അത്യന്തം ശോഭനമായ ചോദ്യം. മിതം, അളന്ന് മുറിച്ചിട്ടാണ് ചോദിച്ചത്. മധു, കേൾക്കുന്നവർക്ക്, കേട്ട മഹാത്മാക്കൾക്ക് മധുരമുള്ളതാണ്, അമൃതം പോലെ തോന്നുന്നതാണ് അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ മറ്റു വാക്കുകളും ചോദ്യവുമെല്ലാം. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് സ്മയമാന ഇവ പ്രീത്യാ കുമാരഃ പ്രത്യുവാചഃ. പ്രീത്യാ സ്മയമാനഃ ഇവ, പ്രേമപൂർവം പുഞ്ചിരിക്കുന്നവനെ പോലെ കുമാരൻ
പ്രതിവചനം ചെയ്തു. സനൽകുമാരൻ മറുപടി പറഞ്ഞു എന്നാണ്. അപ്പൊ സനൽകുമാരനാണ് 4 പേരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ ഈ 4 പേരില് ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ പല ഗ്രന്ഥങ്ങളിലും മഹാഭാരതത്തിലടക്കം ഈ സനൽകുമാര മഹർഷിക്കാണ് പ്രാധാന്യം കൊടുത്ത് കാണുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വചനങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുക. സനൽ സുജാതീയം എന്ന് മഹാഭാരതത്തില് ഒരു ബൃഹത്തായിട്ടുള്ളൊരു ഭാഗമുണ്ട്. നമ്മുടെ ധൃതരാഷ്ട്രയ്ക്ക് വേണ്ടി വിതുരൻ പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതുപോലെയുള്ളതായിട്ടുള്ള മഹത്തായിട്ടുള്ള ഉപദേശങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഈ സനൽകുമാരനാണ്. വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ ഈ മഹാഭാരതത്തിലെ സനൽ സുജാതീയത്തിൽ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പം അതുപോലെ ഇവിടെയും ആ സനൽകുമാരൻ തന്നെയാണ്. സനൽ സുജാതൻ എന്ന പേരിലും അറിയപ്പെടുന്ന ആളാണ്. അതുകൊണ്ടാണ് സനൽ സുജാതീയം എന്ന് മഹാഭാരതത്തിലെ പേര്. സനൽ സുജാതനാൽ പറയപ്പെട്ടത് സനൽ സുജാതീയം. അപ്പൊ അദ്ദേഹമാണ് ഇവിടെ മറുപടി പറയുന്നത്. ഇനി മൊത്തത്തിൽ ഇവരെ 4 പേരെയും കുമാരന്മാരെന്ന് പറയുന്നത് തന്നെ ഈ സനൽകുമാരനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണെന്നും പറയാം. 4 പേരും കുമാരന്മാർ തന്നെയാണ്, നിത്യകുമാരന്മാരാണ്. മാരനാൽ ബാധിക്കപ്പെടാത്തവരാണ്, മാരനെ പരിഹസിക്കുന്നവരാണ് അവര്. കുമാര ശബ്ദത്തിന് അർത്ഥം എന്താണ്? കുൽസതി മാരഹ, കുൽസതി മാരം, മാരനെ കുൽസിക്കുന്നവൻ, മാരനെ നിന്ദിക്കുന്നവൻ, മാരനെ പരിഹസിക്കുന്നവൻ, മാരനാൽ ബാധിക്കപ്പെടാത്തവൻ, മാരസ്പർശമേൽക്കാത്തവർ, അവരെയാണ് കുമാരന്മാരെന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കാമത്തിന്റെ ലേശം പോലും സ്പർശിക്കാത്തവർ, കാമചിന്തയെ ഉള്ളിൽ ഉദിക്കാത്തവരാണ് കുമാരന്മാര്. അതേത് പ്രായത്തിലും ആവാം. അവരുടെ പ്രായം എല്ലാവരേക്കാൾ മൂത്തവരാണ്, അല്ലേ? രുദ്രന്റെ ജ്യേഷ്ഠന്മാരാണ്. എന്നിട്ടും അവരെ കുമാരന്മാരെന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? അവര് മാരനാൽ സ്പർശിക്കപ്പെടാത്തവരായതുകൊണ്ട്. അതുപോലെ നമ്മളിൽ ആരൊക്കെ മാരനെ ജയിക്കുന്നുവോ അവരൊക്കെ കുമാരന്മാരാവുന്നു. ആർക്കൊക്കെ മാരനെ ജയിക്കാൻ കഴിയുന്നുവോ അവരൊക്കെ കുമാരന്മാരാവുന്നു, കുമാരികളാവുന്നു. അതേത് പ്രായത്തിലാണോ സാധിക്കുന്നത് അപ്പോ. അപ്പൊ ഇവിടെ സനൽകുമാരൻ കാമത്തെ നല്ലതുപോലെ ജയിച്ച പരിപൂർണ ജ്ഞാനത്തിന്റെ മൂർത്തിയാണ് എന്നർത്ഥം. കാമത്തെ ജയിച്ചാലേ ജ്ഞാനത്തിൽ കലർപ്പില്ലാതിരിക്കുള്ളൂ, ഉപദേശങ്ങളിൽ കലർപ്പില്ലാതിരിക്കുള്ളൂ. എന്തെങ്കിലും ഉള്ളില് കാമമുള്ളവര് ഉപദേശിക്കുമ്പോൾ അവരുടെ ഉപദേശത്തിന് അവരുടെ കാമത്തിനനുസരിച്ച് മാറ്റം വരും. അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങളെ വളച്ചൊടിക്കും, വ്യാഖ്യാനിക്കും. ആരുടെ ഉള്ളിലാണോ അല്പം പോലും സ്വാർത്ഥ ചിന്തയില്ലാത്തത്, കാമനകളില്ലാത്തത്, അവരുടെ ഉപദേശം അത് നിഷ്കളങ്കമായിട്ടുള്ളതായിരിക്കും, ന്യൂട്രലായിട്ടുള്ളതായിരിക്കും. യാതൊരു തരത്തിലുള്ളതായിട്ടുള്ള അജണ്ടകളുള്ളതോ പക്ഷപാതമുള്ളതോ ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥതയുടെ സ്വാധീനമുള്ളതോ ആയിരിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് ഉപദേശിക്കാൻ ഏറ്റവും യോഗ്യൻ ആരാണ്? കുമാരൻ തന്നെയാണ്, സനൽകുമാരൻ. ജ്ഞാനമൂർത്തി എന്നർത്ഥം തന്നെ. അപ്പോ സനൽകുമാര മഹർഷി 23 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഇനി പൃഥുവിന് മറുപടി കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ 17 എത്തി. ഇനി 23 ആവുമ്പോൾ 40 ശ്ലോകങ്ങൾ വരെ സനൽകുമാരന്റെ മറുപടിയാണ്. സനൽകുമാര ഉവാച സാധു പൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മന ഭവതാ വിദുഷാ ചാപി സാധൂനാം മതിരീദൃശീ.
ആദ്യം തന്നെ ചോദ്യകർത്താവായ പൃഥുവിനെ പ്രശംസിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എല്ലാ ഗുരുക്കന്മാരും അങ്ങനെ തന്നെയാണ്. തന്റെ മുമ്പിൽ വരുന്ന ശിഷ്യന്റെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ അവരുടെ ഉള്ളറിഞ്ഞ് അവരുടെ അറിയാനുള്ളതായിട്ടുള്ള ദാഹത്തെ, അവരുടെ ആറ്റിറ്റ്യൂഡിനെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രശംസിക്കുന്നു. ഇങ്ങനെയുള്ള ശിഷ്യന്മാരാണ് ഗുരുക്കന്മാർക്ക് സന്തോഷം കൊടുക്കുന്നത്. ഇതുപോലെയുള്ളതായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ടുള്ള ആ ശിഷ്യന്മാരെ ഗുരുക്കന്മാർ വളരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, തിരിച്ച് ബഹുമാനിക്കുന്നു. അതൊക്കെ നമ്മുടെ ശങ്കരാചാര്യർ വിവേക ചൂടാമണിയിൽ എന്ത് മനോഹരമായിട്ടാണ് ആ ഗുരുശിഷ്യ സമാഗമവും ശിഷ്യൻ ഗുരുവിനെ സ്തുതിച്ച് നമസ്കരിച്ച് ശരണം പ്രാപിക്കുന്നതും അങ്ങനെ ശരണം പ്രാപിച്ച ശിഷ്യനെ ഗുരു എങ്ങനെയാണ് അഭയം കൊടുത്ത് ആശ്വസിപ്പിച്ച് തത്വോപദേശം ചെയ്യേണ്ടത് എന്നുള്ളതായിട്ടുള്ള ആ ഒരു അവതരണമൊക്കെ വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. മാ ഭൈഷ്ടവിദ്വൻ തവ നാസ്ത്യപായഃ സംസാര സിന്ധോഃ തരണേസ്ത്യുപായഃ യേനൈവ യാതാ യതയോസ്യ പാരം തമേവ മാർഗം തവ നിർദ്ദിശാമി. തന്റെ മുമ്പിൽ ശരണാഗതനായിട്ടുള്ള ശിഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംബോധന ചെയ്യുന്നത് തന്നെ വിദ്വൻ എന്നാണ്. അല്ലയോ വിദ്വാനായിരിക്കുന്നവനെ, കാരണം നീ കാര്യം അറിഞ്ഞു, നീ വിവേകിയാണ്, നീ നിത്യാനിത്യ വസ്തു വിവേകം ചെയ്ത് ഈ പ്രപഞ്ചത്തിന്റെ അനിത്യത്വത്തെ ബോധ്യം വന്ന് നിത്യമായത് എന്താണെന്ന് അന്വേഷിക്കാൻ വന്നവനാണ്, സത്യാന്വേഷിയാണ്. അതുകൊണ്ട് നീ വിദ്വാനാണ്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, നീ എത്തേണ്ടടുത്ത് എത്തിയിരിക്കുന്നു. മാ ബൈഷ്ട എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട. വിദ്വൻ തവ നാസ്തി അപായഃ, നിനക്ക് ഒരു അപകടവും വരാൻ പോകുന്നില്ല, ഒരു അപായവും ഉണ്ടാവാൻ പോകുന്നില്ല. സംസാര സിന്ധോഹോ തരണേസ്തി ഉപായഃ, ഈ സംസാര സിന്ധുവിനെ തരണം ചെയ്യുവാൻ ഉപായഃ അസ്തി, മാർഗമുണ്ടല്ലോ, എന്തിനാ പേടിക്കണത്? യനൈവ യാതാ യതയോസ്യ പാരം, ഏതൊരു മാർഗത്തിലൂടെയാണോ യതയഃ അസ്യ പാരം യാതാഹ, ഈ സംസാരത്തിന്റെ മറുകര കടന്നത്, തമേവ മാർഗം തവ നിർദ്ദിശാമി, അതേ രാജപാത നിനക്ക് ഞാൻ കാണിച്ചു തരാലോ, നീ എന്തിനു പേടിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അഭയം കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടാണ് ഗുരുക്കന്മാര് മറുപടി ആരംഭിക്കുക. സൗമ്യ, പ്രിയദർശന, അമൃതസ്യ പുത്ര, ധന്യാത്മൻ എന്നൊക്കെയാണ് നമ്മുടെ ഗുരുക്കന്മാര് നമ്മളെയൊക്കെ സംബോധന ചെയ്യുക. അല്ലാതെ പാപികളെ എന്ന് പറഞ്ഞുകൊണ്ടല്ല. അപ്പൊ ഇവിടെയും നോക്കൂ, പ്രശംസിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്. സനൽകുമാര ഉവാച, സനൽകുമാരൻ മറുപടി പറഞ്ഞു, സാധുപൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മനാ ഭവതാ വിദുഷാചാപി സാധൂനാം മതിഹി ഈദൃശീ. ഏ മഹാരാജ, അങ്ങ് മഹാരാജാവാണ്. മഹാരാജാവായാൽ സാധാരണ ഭൗതികതയിൽ മുഴുകി അഹങ്കാരം കൊണ്ട് മതിച്ചിരിക്കുന്ന ഒരു പ്രകൃതമാണ് കൂടുതൽ ആളുകൾക്കും. ആ സ്ഥാനം കിട്ടുമ്പോൾ, അധികാരം കയ്യിലുണ്ടാവുമ്പോൾ, എല്ലാവരും തന്റെ കാൽ കീഴിൽ ചൊൽപ്പടിക്ക് നിൽക്കുമ്പോൾ, തന്റെ ശാരീരിക ആരോഗ്യം, കരുത്ത്, തന്റെ അഭ്യാസ പാടവം, രക്തത്തിളപ്പ്, അല്ലെ, കായിക ബലം, ഇതെല്ലാം കൊണ്ട് അഹങ്കരിച്ചു നിൽക്കുന്നവരാണ് മഹാരാജാക്കന്മാര്. അങ്ങനെയുള്ള മഹാരാജാക്കന്മാർക്ക് ഇതുപോലെയുള്ളതായിട്ടുള്ള ബുദ്ധി തോന്നുക എന്നുള്ളത് അത്ഭുതമാണ്. അതുകൊണ്ട് മഹാരാജാവായിട്ട് തന്നെ അങ്ങേക്ക് ഇങ്ങനെ തോന്നുന്നുവല്ലോ എന്നുള്ളതാണ് വിളിയില് സ്പഷ്ടമാകുന്നത്. അല്ലയോ മഹാരാജ, സർവഭൂതഹിതാത്മന ഭവതാ വിദുഷ അപി പൃഷ്ടം സാധു. സർവഭൂതഹിതാത്മന, സർവഭൂതങ്ങളുടെയും ഹിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മനസ്സോടുകൂടിയവൻ, അതാണ് സർവഭൂതഹിതാത്മാ.
തേന സർവഭൂതഹിതാത്മന, അവനാൽ, അങ്ങനെയുള്ള സർവഭൂതഹിതാത്മാവായ ഭവതാ, അങ്ങയാൽ, വിദുഷ അപി, അങ്ങ് വിദ്വാനാണ്, സ്വയം അറിയുന്ന ആളാണ്, അങ്ങേക്ക് അറിവില്ലായ്മ കൊണ്ടല്ല എന്നോട് ചോദ്യം ചെയ്തിരിക്കുന്നത്, അല്ലെ ഞങ്ങളോട് ചോദ്യം ചെയ്തിരിക്കുന്നത്. കാരണം ഇത്രയും നേരം ഉപദേശിച്ച ആളാണ്, ഇത്രയും നേരം പ്രജകളോട് ഉപദേശം ചെയ്തതാണ്. സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ എന്നുള്ള ആശയത്തെ വളരെ വിശദമായി ഉപദേശിച്ച ആളാണ്. ആധ്യാത്മിക തത്വങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയും. അപ്പൊ നിങ്ങൾ അറിയാത്ത ആളൊന്നുമല്ല. അപ്പൊ അങ്ങേക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല ഈ ചോദ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതാണ് വിദുഷ ഭവത, വിദ്വാനായ അങ്ങയാൽ ചോദ്യം ചെയ്തത് സർവഭൂത ഹിതാത്മാവായതുകൊണ്ടാണ്, മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവട്ടെ. അങ്ങയെപ്പോലൊരു മഹാത്മാവ്, ഒരു മഹാരാജാവ്, കണ്ടാൽ നിസ്സാരന്മാരെ, ബാലന്മാരെന്ന് തോന്നുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകളെ ബഹുമാനിച്ച് പാദം കഴുകി ആ തീർത്ഥം ശിരസിൽ ധരിച്ച് ഞങ്ങളെ ഗുരുസ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് ഞങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ഇതുപോലെയുള്ളതായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് യദ്യദാചരതി ശ്രേഷ്ഠഃ തത്തദേവ ഇതരോ ജനാഃ സ്വയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ എന്നുള്ള ഭഗവാന്റെ ഗീതാവചനത്തെ അന്വർത്ഥമാക്കുകയല്ലേ ഇവിടെ എന്ന അർത്ഥത്തിലാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ അങ്ങയുടെ ആ സർവഭൂതങ്ങളുടെയും ഹിതം ആണ് അങ്ങയുടെ ഉള്ളിലുള്ളത്, അല്ലാതെ അങ്ങേക്ക് അറിവില്ലായ്മ കൊണ്ടല്ല ഈ ചോദ്യം. അതാണ് സർവഭൂത ഹിതാത്മന ഭവത വിദുഷ അപി പൃഷ്ടം സാധു. ഈ പ്രശ്നം ചെയ്യപ്പെട്ടത്, പൃഷ്ടം എന്ന് പറഞ്ഞാൽ പ്രശ്നം ചെയ്യപ്പെട്ടത്, പൃച്ഛനം ചെയ്യപ്പെട്ടത്, പൃഷ്ടം, അത് സാധു. സാധു എന്ന് പറഞ്ഞാൽ ഉത്തമം, ശോഭനം, വളരെ നല്ലത്. സാധൂനാം മതിഹി ഈദൃശി, കാരണം അങ്ങേ പോലെയുള്ള സജ്ജനങ്ങളുടെ, സാധുക്കളുടെ, മറ്റുള്ളവർക്ക് ക്ഷേമമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സാധു. പരകാര്യം സാധ്നോതി ഇതി സാധു. ആ അർത്ഥത്തിൽ സർവഭൂത ഹിതാത്മാവാണ്. പരന്മാർക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നവർ, പരന്മാരെ അവരുടെ സങ്കടത്തിൽ നിന്ന് നിവർത്തിക്കുവാൻ വേണ്ടി പ്രയത്നം ചെയ്യുന്നവരെയാണ് സാധുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ സാധൂനാം മതിഹി ഈദൃശി, സാധുക്കളുടെ ബുദ്ധി സ്വാഭാവികമായിട്ട് ഇങ്ങനെ തന്നെയാണ്. അതിൽ കൃത്രിമത്വമൊന്നുമില്ല, അത് സ്വാഭാവികമാണ്. അതിങ്ങനെ ഒഴുകുള്ളൂ. വെള്ളം താഴോട്ട് ഒഴുകുന്നത് പോലെ, അഗ്നി മുകളിലോട്ട് ജ്വലിക്കുന്നത് പോലെ, ഓരോന്നിനും ഓരോ ധർമ്മമുണ്ട്. അതുപോലെ ഈ സാധുക്കളുടെ സ്വഭാവമാണിത്. അവരുടെ ബുദ്ധി എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുള്ളൂ, കരുണയോടുകൂടിയതാണ്. സാധൂനാം മതിഹി ഈദൃശീ സംഗമക്കലു സാധൂനാം ഉഭയേഷാം ച സമ്മതഃ യൽ സംഭാഷണ സംപ്രശ്നഃ സർവേഷാം വിതനോതിശം. ഇവിടെ സാധുസംഗമത്തെ ഇവിടെ സനകാദികൾ തിരിച്ചു ബഹുമാനിക്കുന്നു. നിങ്ങളെ പോലെയുള്ള ഒരു മഹാത്മാവിനെ, ഈ പൃഥുവിനെ അങ്ങോട്ട് പറയണം, അങ്ങേ പോലെയുള്ള ഒരു മഹാത്മാവിനെ ആയിട്ട് സംഗമം ഞങ്ങൾക്കും സന്തോഷം നൽകുന്നു, ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സംഗമക്കലു സാധൂനാം ഉഭയേഷാം ച സമ്മതഃ. സാധൂനാം സംഗമഃ ഉഭയേഷാം സമ്മതഃ ഖലു. സാധുക്കളുടെ സംഗമം സംഗമിച്ച രണ്ടു കൂട്ടർക്കും ഒരുപോലെ സമ്മതമായിട്ടുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നു. യത് സംഭാഷണ സംപ്രശ്നഃ സർവേഷാം ശംവിതനോതി. യൽ സംഭാഷണ സംപ്രശ്നഃ, ഏതൊരു സാധുക്കൾ തമ്മിലുള്ള സംഗമത്തിൽ ഉണ്ടാകുന്ന സംഭാഷണങ്ങളും സംപ്രശ്നങ്ങളും, ചോദ്യോത്തര രീതിയിൽ ഒരാൾ ഒരു കാര്യം അവതരിക്കുമ്പോൾ മറ്റൊരാൾ അതിന് മറുപടി പറയുന്നു, ഒരാൾ തിരിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അതിന് മറ്റേയാൾ മറുപടി പറയുന്നു. ഇങ്ങനെ പരസ്പരം സംവാദ രൂപത്തിൽ അവർ തമ്മിൽ എന്ത് സംഭാഷണം ചെയ്താലും സംഭാഷണ സംപ്രശ്ന, സംഭാഷണവും സംപ്രശ്നവും സർവേഷാം ശംവിതനോതി, എല്ലാവർക്കും മംഗളത്തെ, സുഖത്തെ നൽകുന്നതാണല്ലോ. ശം എന്നാൽ സുഖമെന്നും മംഗളമെന്നും ഒക്കെ അർത്ഥം. അപ്പൊ ശം സുഖത്തെ, വിതനോതി വിസ്തരിക്കുന്നു, ഉണ്ടാക്കുന്നു, വിശേഷേണ തനോതി.
അപ്പൊ സാധുസംഗമം അത് നമ്മൾ രണ്ട് സാധുക്കൾ, അങ്ങും സാധുവാണ്, മഹാത്മാവാണ്, എല്ലാവരുടെയും ഹിതം ചിന്തിക്കുന്ന ആളാണ്. ഞങ്ങൾക്കും അങ്ങയെ സംഗമിച്ചതിൽ വളരെ സന്തോഷം. മാത്രമല്ല നമ്മൾ തമ്മിലുണ്ടാകുന്ന സംവാദം അത് മറ്റുള്ളവർക്കും ഹിതത്തെ, നല്ലതിനെ നൽകുന്നതാണ്. അവർക്കും കല്യാണത്തെ അഥവാ സുഖത്തെ നൽകുന്നതാണല്ലോ. അതുകൊണ്ട് അങ്ങയെ കണ്ടത് ഞങ്ങളുടെയും ഭാഗ്യമായി കരുതുന്നു എന്ന് സന്തോഷഹേതുകമാണ് എന്ന് പറയണം. സംഗമഖലു സാധൂനാം ഉഭയേഷാം ച സമ്മതഃ യൽ സംഭാഷണ സംപ്രശ്നഃ സർവേഷാം വിതനോതിശം അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാവിദുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്തരാത്മനഃ. പൃഥുവിനെ വീണ്ടും അഭിനന്ദിച്ച് അദ്ദേഹത്തിന്റെ ഭക്തിയെക്കുറിച്ച് പ്രശംസിക്കുന്നു. പൃഥുവിന് ഭഗവാന്റെ നേരെയുള്ളതായിട്ടുള്ള ഭക്തിയെ സനൽകുമാര മഹർഷി പ്രശംസിക്കുകയാണ്. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിഃ ദുരാപാ അത് വിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലം അന്തരാത്മനഃ. എന്താ പറയണത്? ഹേ രാജൻ, അല്ലയോ രാജാവേ, ഭവതഃ മധുദ്വിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ ദുരാപാരതിഃ നൈഷ്ഠികീ അസ്തിയേവ. ഒരു അത്യാവശ്യ ഫോൺ വരുന്നുണ്ട്. സോറി. നാരായണ. അപ്പോ ഹേ രാജൻ, ഭവതഃ മധുദ്വിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ ദുരാപാരതിഃ നൈഷ്ഠികീ അസ്തിയേവ. ഭവതഃ ഭവാന്, അങ്ങേക്ക് മധുദ്വിഷഃ മധുദ്വിട്ട്. ആരാണ് മധുദ്വിട്ട്? മധുവിനെ ദ്വേഷിച്ചവൻ, മധുകൈടവന്മാരെ വധിച്ചവൻ, മധുസൂദനൻ, മധുരിപു. അപ്പൊ മധുദ്വിഷഃ, ആ മധുദ്വിഷന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ, ഭഗവാന്റെ അരവിന്ദം പോലെയുള്ള ആ പാദത്തെ സംബന്ധിച്ചതായിട്ടുള്ള ആ ഗുണ അനുവാദനെ, ഗുണങ്ങളെ നിരന്തരം പറയുന്നതിൽ, അനുവാദനം ചെയ്യുന്നതിൽ, ദുരാപാരതി, പ്രാപിക്കാൻ പ്രയാസമേറിയതാണ്. ദുരാപാ ദുഃഖേന ആപ്തും ശക്യമിതി ദുരാപം. ഇവിടെ രതി എന്ന സ്ത്രീലിംഗമായതുകൊണ്ട് ദുരാപാ എന്ന്. അപ്പൊ ദുരാപാരതി, കിട്ടാൻ പ്രയാസമേറിയത്, ആർക്കും ലഭിക്കില്ല, ദുർലഭം എന്നർത്ഥം തന്നെയാണ്. ദുർലഭമായ രതിയാണ് അങ്ങേക്കുള്ളത്. താല്പര്യമാണ്, അതീവ താല്പര്യമാണ് ഭഗവാന്റെ പാദാരവിന്ദത്തെ കുറിച്ചിട്ടുള്ള കീർത്തനങ്ങൾ, സ്തുതികൾ ഒക്കെ പറയുന്നതിലും കേൾക്കുന്നതിലും. അനുവാദനം, നിരന്തരം, വാദനം, വധിക്കുക, പറയുക. അപ്പൊ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതും അനുവാദനം തന്നെയാണ്, സ്വയം പറയുന്നതും കീർത്തിക്കുന്നതും അനുവാദനം തന്നെയാണ്. അനുശബ്ദത്തെ, കണ്ടിന്യൂറ്റിയെ സൂചിപ്പിക്കുന്നതാണ്, നൈരന്തര്യത്തെ. അപ്പൊ എപ്പോഴും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും പറയുന്നതും അങ്ങേക്കുള്ള അതിലുള്ള അതിതാല്പര്യം, അത് ദുരാപാരതി, മറ്റുള്ളവർക്കൊന്നും എളുപ്പത്തിൽ കിട്ടുന്നതല്ല ഈ രതി, ഈ താല്പര്യം. അത് നൈഷ്ഠികീ അസ്തിയേവ, അത് സീസണൽ അല്ല, ടെമ്പററി അല്ല, നിരന്തരമായിട്ടുള്ളത്, നിഷ്ഠയോടുകൂടിയത്. നൈഷ്ഠികി എന്ന് പറഞ്ഞാൽ നിഷ്ഠയോടുകൂടിയത്.
നിഷ്ഠ എന്ന് പറഞ്ഞാലോ ഉറച്ച അവസ്ഥ എന്നാണ്. നിതരാം സ്ഥിതി നിഷ്ഠ, ഉറച്ച സ്ഥിതിയാണ്, ഏറ്റവും നല്ല ഉറപ്പ്, ഇളക്കാൻ പറ്റാത്തത്. അതിനാണ് നൈഷ്ഠികി എന്ന് പറയുന്നത്. അത് നൈഷ്ഠികി അസ്ഥിയേവ, ആ രതി നല്ലതുപോലെ ദൃഢമായിട്ടുണ്ട്, ആർക്കും ഇളക്കാൻ കഴിയുന്നതല്ല. അങ്ങേക്ക് ഭഗവാന്റെ പാദ ഭജനത്തിലും ഭഗവാന്റെ കഥകളെ കേൾക്കുന്നതിലും കീർത്തിക്കുന്നതിലുള്ളതായിട്ടുള്ള രതി. യാ അന്തരാത്മനഃ കഷായം മലം കാമം വിധുനോതി. യാ എന്ന് പറഞ്ഞാൽ ഏതൊരു രതി, അങ്ങേക്കിപ്പുള്ളതായിട്ടുള്ള നൈഷ്ഠികയായിട്ടുള്ള രതി ഉണ്ടല്ലോ ഭഗവാന്റെ ആ കഥാകീർത്തനങ്ങളിൽ, ആ രതി അന്തരാത്മനഃ, നമ്മുടെ അന്തരാത്മാവിൽ ഉള്ളിലുള്ളതായിട്ടുള്ള ചിത്തത്തിലുള്ളതായിട്ടുള്ള അന്ധക്കരണത്തിലുള്ളതായിട്ടുള്ള കഷായം മലം, കഷായ രൂപത്തിലുള്ളതായിട്ടുള്ള മാലിന്യങ്ങളെ, കഷായം എന്ന് പറഞ്ഞാൽ അടിഞ്ഞു കൂടിയത്, കലങ്ങി മറിഞ്ഞത് എന്നൊക്കെ അർത്ഥത്തിലാണ് കഷായം. ഇപ്പൊ കഷായ രൂപത്തിലുള്ളതായിട്ടുള്ള മലത്തെ കാമം വിധുനോതി, കാമം എന്നുള്ളത് ഇവിടെ നന്നായിട്ട് എന്നർത്ഥം, യഥേഷ്ടം എന്നുള്ള അർത്ഥത്തിൽ കാമം എന്ന് പ്രയോഗിക്കുക. അവിടെ കാമം എന്നുള്ളതിന് ഡിസയർ എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊന്നും അല്ല അവിടെ അർത്ഥം. കാമം യഥാകാമം യഥേഷ്ടം, നല്ലതുപോലെ എന്നർത്ഥത്തിലാണ്. നന്നായി വിധുനോതി, വിശേഷേണ ദുനോതി, ശുദ്ധീകരിക്കുന്നു, നശിപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥം, ദൂനനം ചെയ്യുന്നു. അപ്പൊ എന്താണ്, ഭഗവാന്റെ ഗുണാനുവാദനത്തിൽ അങ്ങേക്കുള്ളതായിട്ടുള്ള നൈഷ്ഠികയായ ഈ രതിയുണ്ടല്ലോ, അത് അന്ധകരണത്തിന്റെ ഉള്ളിലുള്ളതായിട്ട് എത്ര കാലം പഴക്കമുള്ള അഴുക്കായിക്കോട്ടെ, എത്ര കഷായം വേണമെങ്കിൽ കെട്ടിക്കിടന്നോട്ടെ, അല്ലേ? കഷായം നമ്മൾ എങ്ങനെയാ ഉണ്ടാക്കുക? കഷായം ഒരു പറ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ആറ്റി കുറുക്കി ഒരു ഇടങ്ങഴിയാക്കി ചുരുക്കും, അല്ലേ? തിളപ്പിച്ച് ഇളക്കി വറ്റിച്ച് ഒരിടങ്ങഴിയായിട്ട് ചുരുക്കും. അങ്ങനെയാ കഷായം ഉണ്ടാക്കുക. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ എത്രയോ കാലത്തെ പ്രയത്ന ഫലമായിട്ടുള്ള കർമ്മവാസനകൾ മുഴുവൻ അടിഞ്ഞു കൂടിയിരിക്കുന്നതിനെയാണ് ഈ കഷായം എന്ന് പറയുന്നത്. ഭയങ്കര കണ്ടൻസ്ഡ് ആണ്. കലക്കിയാൽ നല്ല നിറമായിരിക്കും, അല്ലേ? കഷായം കലക്കിയാൽ എവിടെയെങ്കിലും കഷായം വസ്ത്രത്തിലൊക്കെ ലേശം ആയാൽ മതി, കറ പോവില്ല. അപ്പൊ അതുപോലെ കോൺസെൻട്രേറ്റഡ് ആണ്. അതുപോലെ നമ്മുടെ ജന്മജന്മാന്തരങ്ങളിലെ വാസനകളാണ് ഇവിടെ അടിഞ്ഞുകൂടി ഈ കഷായ രൂപത്തില് കിടക്കുന്നത്. അത് എത്ര കാഠിന്യമേറിയതായിക്കോട്ടെ, എത്ര കറയുള്ളതായിക്കോട്ടെ, അതിനെയൊക്കെ ഇളക്കാൻ ശക്തിയുള്ളതാണ് ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ പാതാരവിന്ദത്തിന്റെ മഹിമ. അപ്പൊ ഭഗവാന്റെ കഥകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരാളുടെ അന്ധകരണത്തില് എത്ര ആഴത്തില്, എത്ര പരപ്പില്, എത്ര ദൃഢമായിട്ട്, എത്ര വേണമെങ്കിൽ അഴുക്ക് കടന്നോട്ടെ, അതിനെയൊക്കെ ഇളക്കി അതിനെയൊക്കെ പുറത്തേക്ക് തള്ളിക്കളയാൻ ശക്തിയുള്ളതാണ് ഈ ഭഗവാന്റെ കഥകൾ നിരന്തരം കേൾക്കുകയാണെങ്കിൽ. നമ്മള് ഭൂമിക്ക് അടിയിലുള്ളതായിട്ടുള്ള കിണറ്, ചെളി പിടിച്ച് കിടക്കുന്നതായിട്ടുള്ള കിണറിനെയൊക്കെ എങ്ങനെയാ വൃത്തിയാക്കുക? അത് ആദ്യം അതിലെ ചെളിയൊക്കെ കോരിക്കളഞ്ഞ് പിന്നെ വെള്ളം ഇഷ്ടംപോലെ ഒഴിച്ച് കലക്കി ആ വെള്ളത്തെ കോരി കളയുക തന്നെയാണ് ചെയ്യുക. പല പ്രാവശ്യം കലക്കി അഴുക്ക് മുഴുവൻ എടുത്ത് കോരി കളയും. അല്ലെങ്കിലോ ചെറിയ കുഴികളോ ചെറിയ ടാങ്കുകളോ ഒക്കെ ആണെങ്കിൽ, ഭൂമിക്കടിയിലുള്ളതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ചെറുതൊക്കെ ആണെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടേ ഇരുന്നാൽ മതി. ശക്തമായിട്ട് നിരന്തരം ശുദ്ധജലം ഒഴുക്കിക്കൊണ്ടേയിരുന്നാല് അതിൻ്റെ അകത്തുള്ള അഴുക്കൊക്കെ കലങ്ങി പുറത്തേക്ക് ഒഴുകിപ്പോകും. കുറെ കഴിയുമ്പോൾ ശുദ്ധജലം മാത്രമാവും. അതുപോലെയാണ് ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതായിട്ടുള്ള നമ്മുടെ അന്ധകരണം എത്ര ആഴത്തിലുള്ള പൊട്ടക്കിണറോ പൊട്ടക്കുഴിയോ ആയിക്കോട്ടെ, എത്ര കാലത്തിലെ അഴുക്ക് അതിൽ അടിഞ്ഞുകൂടി കിടന്നോട്ടെ, ഈ കഥകൾ നിരന്തരം കേട്ടുകൊണ്ടേയിരുന്നാല് അതിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ ഇളകും. തന്നെത്താൻ ഇളകുന്നതുണ്ട്, ഉള്ളിലൊരാൾ ഇളക്കാനുണ്ട്. ഇത് പ്രഥമസ്കന്ധത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാന്റെ കഥകളെ നിരന്തരം കേൾക്കുന്നവരുടെ ഉള്ളിൽ ഭഗവാൻ പ്രവേശിച്ച് ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധുനോതി,
സുഹൃത് സദാം, സജ്ജനങ്ങളുടെ സുഹൃത്തായ ഭഗവാൻ കഥകൾ കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഈ അഭദ്രങ്ങളെ മുഴുവൻ വിധുനോതി, ഇവിടെയും വിധുനോതി തന്നെയാണ്. രതിർദുരാപാ വിധുനോതി നൈഷ്ഠികി, വിശേഷേണ ദുനോതി, കഴുകിക്കളയുന്നു, നശിപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥം. അപ്പൊ അവിടെ കഴുകാൻ ഒരാളും കൂടി ഉണ്ട്. ഇപ്പൊ വാട്ടർ ടാങ്കിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ, ഒരാൾ അവിടെ കലക്കിക്കൊണ്ടിരുന്നാൽ എളുപ്പത്തിൽ കലങ്ങിയത് പോയിക്കൊണ്ടിരിക്കും. കലക്കാൻ ആളില്ലെങ്കിലോ ഒത്തിരി പ്രയാസമുണ്ട്. ഉള്ളില് ഒരാളെ ഇറക്കി വിട്ടിട്ട് ഒന്ന് കലക്കാൻ പറഞ്ഞാൽ കലക്കിക്കൊണ്ടേയിരുന്നാൽ എളുപ്പം പോകും. ഇവിടെ കലക്കാൻ ഒരാളുണ്ട്. ആരാ കലക്കിക്കൊണ്ടിരിക്കുന്നത്? ഓൾറെഡി ഹൃദയത്തിൽ ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവാൻ. ഭഗവാൻ കഥ കേൾക്കുന്നവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്, നേരത്തെ ഉണ്ട്. എങ്കിലും കഥയുടെ രൂപത്തിലും കഥയുടെ ശബ്ദരൂപത്തിലും ഭഗവാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പൊ ഭഗവാന് കഴുകിക്കളയാനുള്ള വെള്ളം നമ്മൾ സപ്ലൈ ചെയ്താൽ മതി. ഭഗവാൻ അവിടെ കഴുകൽക്കാരനായിട്ട് ഉള്ളിൽ ഓൾറെഡി കയറി ഇരിപ്പുണ്ട്. വെള്ളം ഒഴിച്ചു തരാൻ പറയുന്നുണ്ട്. ഏത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്? ഭഗവത് കഥകളാകുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുക. ഉള്ളിലുള്ള മാലിന്യങ്ങളെ മുഴുവൻ ഇളക്കി 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 കളയാൻ അവിടെ ഭഗവാനുണ്ട്. ഭഗവാൻ അവിടെ വെറുതെ ഇരിക്കില്ല. അതാണ് ഇതിന്റെയും ആശയം. അസ്തീവരാജൻ ഭവതോ മധുദ്വിഷഃ പാദാരവിന്ദസ്യ ഗുണാനുവാദനെ രതിർദുരാപാ വിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്തരാത്മനഃ. അന്തരാത്മനഃ കഷായം മലം കാമം വിധുനോതി. നന്നായി കഴുകിക്കളയും, നന്നായി ശുദ്ധീകരിക്കും. ശാസ്ത്രേ ശ്രിയാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്ര്യഗ്വിമൃശേഷു ഹേതുഃ അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയാ. അതന്നെ കപിലോപദേശത്തിൽ കപില ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞ്? ചേതകൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. നമ്മുടെ ബന്ധത്തിന് കാരണം നമ്മുടെ മനസ്സിലുള്ള ഈ പറഞ്ഞ കഷായങ്ങളൊക്കെ തന്നെയാണ്, പശയാണ്. കഷായങ്ങളാകുന്ന പശ തന്നെയാണ്, അല്ലെങ്കിൽ മനസ്സാകുന്ന കയറാണ് ബന്ധന കാരണം. ഛേദക്കൽവസ്യ ബന്ധായ മുക്തയേ ച ആത്മനോ മതം. മുക്തിക്കും നല്ല മനസ്സാണ്. സത്വഗുണപ്രധാനമായ മനസ്സ് നമ്മളെ മുക്തിയിലേക്ക് നയിക്കുന്നു. തമോ ഗുണപ്രധാനമായ മനസ്സ് നമ്മളെ നല്ലപോലെ സംസാരത്തിലേക്ക് ബദ്ധരാക്കുന്നു, തമസ്സും രജസ്സും. അപ്പോൾ അതിന് ഈ നമ്മുടെ മനസ്സിൽ ഉള്ള ഈ പശയുടെ ശക്തി കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഈ കയറിന്റെ ബലം കുറയ്ക്കാൻ എന്താ വഴി? ഗുണേഷു സക്തം ബന്ധായ, ത്രിഗുണങ്ങളിൽ ലോകവിഷയങ്ങളിൽ ആസക്തിയോടുകൂടിയിരിക്കുന്ന മനസ്സ് ബന്ധം ദൃഢമാക്കുന്നു. രഥം വാ പുംസി മുക്തയേ. പുമാനിൽ രമിക്കുന്ന മനസ്സ്, ഭഗവാനിൽ രമിക്കുന്ന മനസ്സ് മുക്തിക്ക് ഹേതുവാകുന്നു. അതുകൊണ്ട് അമ്മ ഭഗവാനെ ഭജിക്കൂ, വിഷയങ്ങളുടെ സേവ കുറയ്ക്കൂ, വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്ത കുറയ്ക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിച്ചു തുടങ്ങി. അതുതന്നെയാണ് ഇവിടെയും സനൽകുമാരൻ പൃഥുവിനോട് പറയുന്നു. സംസ്കൃത ഭാഷ തന്നെയാണ്, പക്ഷെ വാക്കുകൾ വേറെ വേറെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രം. എന്താണ്? ശാസ്ത്രേഷു ഇയാൻ ഏവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്രഗ്വിമൃശേഷു ഹേതുഃ. ഇവിടെ ശാസ്ത്രേഷു എന്നുള്ളതിന്റെ വിശേഷണമാണ് സദ്രഗ് വിമൃശേഷു. സദ്രഗ് വിമൃശേഷു, സദ്രഗ് എന്ന് പറഞ്ഞാൽ സമീചീനം, സമ്യക് ഒക്കെ തന്നെയാണ് സദ്രഗ്. അപ്പൊ സമീചീനമായി നന്നായി വിമൃശേഷു, വിമൃശേഷു ശാസ്ത്രേഷു, ശാസ്ത്രങ്ങളുടെ വിശേഷണം. അപ്പൊ ശാസ്ത്രം വിമർശം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഉരച്ചു നോക്കിയതാണ്. വിമർശനം എന്ന് പറഞ്ഞാൽ ഉരച്ചു നോക്കലാണ്. സ്വർണം സ്വർണമാണോ എന്ന് ഉരച്ചു നോക്കുന്ന പ്രക്രിയക്ക് പേരാണ് വിമർശനം.
അതിൽ ചെമ്പുണ്ടോ മറ്റെന്തെങ്കിലും കലർന്നിട്ടുണ്ടോ എന്ന് ഉരച്ചു നോക്കുന്ന പ്രക്രിയക്കാണ് വിമർശനം എന്ന് പറയുക. ഇവിടെ നമ്മൾ ബുദ്ധിയിലാണ് ഉരയ്ക്കുന്നത്. നിത്യാനിത്യ വിവേകമാണ് ഇവിടെ വിഷയം. ഏതാണ് നിത്യം ഏതാണ് അനിത്യം എന്ന് ഉരച്ചു നോക്കിയതാണ്. അപ്പൊ ഇവിടെ സദ്രക് വിമർശേഷു ശാസ്ത്രേഷു നല്ലപോലെ വിമർശനം ചെയ്ത് ഉരച്ച് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് ശാസ്ത്രങ്ങളിൽ. വിചാരിച്ചുറപ്പിച്ചിരിക്കുന്ന ശാസ്ത്രങ്ങളിൽ നൃണാം ക്ഷേമസ്യ ഇയാൻ ഏവ ഹേതുഹു സുനിശ്ചിതം. നൃണാം ക്ഷേമസ്യ നരന്മാർക്ക് മനുഷ്യർക്ക് ക്ഷേമത്തിനായിക്കൊണ്ട് സുഖത്തിനായിക്കൊണ്ട് മംഗളത്തിനായിക്കൊണ്ട് ഇയാൻ ഏവ ഹേതുഹു ഇത്ര മാത്രമാണ് ഹേതു കാരണം, ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് സുനിശ്ചിത നല്ലതുപോലെ സുഷ്ടു നിശ്ചിത നന്നായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ആത്മവ്യതിരിക്തേ അസംഗ നിർഗുണേ ബ്രഹ്മണി ആത്മനി ദൃഢാരതി യാ സാ. രണ്ട് കാര്യങ്ങളാണ്. അസംഗഃ രതിഹി. അസംഗം ഏതിലാണ്? രതി ഏതിനോടാണ്? ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നു. രണ്ടും ഓപ്പോസിറ്റ്സ് ആണ് അല്ലേ? അസംഗവും രതിയും. രതി എന്ന് പറഞ്ഞാൽ ആസക്തിയാണ്, താല്പര്യമാണ്. അസംഗത എന്ന് പറഞ്ഞാലോ നിസ്സംഗത, ഒട്ടലില്ലായ്മയാണ്, താല്പര്യമില്ലായ്മയാണ്. അപ്പൊ രണ്ടും വേണമെന്നാ പറയണത്. അസംഗവും വേണം രതിയും വേണം. ഏതിൽ അസംഗം ഏതിൽ രതി എന്നുള്ളത് നിശ്ചയിക്കണം. അതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആത്മവ്യതിരിക്തേ അസംഗ. ആത്മവ്യതിരിക്തേ എന്ന് പറഞ്ഞാല് ആത്മാവിൽ നിന്ന് വ്യതിരിക്തമായത് അന്യമായത് അനാത്മ. ആത്മാവല്ലാത്ത വിഷയങ്ങളിൽ അസംഗ അസംഗത സംഘമില്ലായ്മ പാലിക്കുക. അപ്പൊ അതിന് ആത്മ അനാത്മ വിവേകം ചെയ്യണം. ഏതാണ് ആത്മ ഏതാണ് അനാത്മ എന്നുള്ള അറിവുണ്ടാവണം. എന്നിട്ട് അനാത്മ വിഷയങ്ങളിൽ പ്രകൃതിയിൽ അസംഗത, സംഘമില്ലായ്മ, ഒട്ടലില്ലായ്മ. അതിനോട് കൂടുതൽ കൂടുതൽ ഒട്ടും തോറും അതിന് ശക്തി കൂടും. ഏത് വിഷയങ്ങളോട് നമ്മൾ കൂടുതൽ ഒട്ടുന്നുവോ അതിന് ശക്തി കൂടും. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. അധപതനത്തിന്റെ പടികൾ കാണിച്ചു തരുകയാണ്. അപ്പൊ ധ്യായതോ വിഷയാൻ, വിഷയങ്ങളെ ധ്യാനിക്കുന്ന പുംസഃ പുമാന് തേഷു സംഘഃ ഉപജായതേ, ആ വിഷയങ്ങളിൽ സംഘമുണ്ടായി വരുന്നു, സംഘം വർദ്ധിച്ചു വരുന്നു. അപ്പൊ അതാണ് ഇവിടെ ആത്മവ്യതിരിക്തേ അസംഗഃ. അപ്പൊ തന്നിൽ നിന്ന് അന്യമായിട്ടുള്ള, ആത്മാവിൽ നിന്ന് വ്യതിരിക്തങ്ങളായിട്ടുള്ള സ്വന്തം ദേഹമടക്കം, ദേഹം മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ, ദേഹത്തോട് സംബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാം, തന്റെ ദേഹത്തിനോട് ബന്ധപ്പെട്ട് വന്നു ചേർന്നതെല്ലാം, താൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം, ആഭരണങ്ങൾ, താൻ വസിക്കുന്ന ഗൃഹം, തന്റെ വാഹനം, തന്റെ ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, സ്ഥാനമാനങ്ങൾ, ധനം, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ദേഹത്തോട് ബന്ധപ്പെട്ട് വന്നതാണ്. അല്ലാതെ ആത്മാവിന് ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആത്മാവിനെ ഒന്നും ആശ്രയിച്ചല്ല നിൽക്കുന്നത്. ഇത് ദേഹത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കളാണ്. ഈ ദേഹത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ ആവശ്യകത കൂടിക്കൂടി വരുന്നത്. അപ്പൊ ദേഹം ആണ് ഞാനെന്ന് കരുതുന്നവരാണ് ദേഹത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അവർക്ക് ഈ ആവശ്യത്തിന്റെ എന്താ പറയുക അളവ് കൂടി വരും. ഓരോ എന്ത് കിട്ടിയാലും മതിയാവാതെ വരും. എന്തുകൊണ്ടാണ്? ഈ ദേഹത്തെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നിട്ട് ഈ ദേഹം സുഖിക്കാൻ പോണ്ടോ, ഈ ദേഹം ശാശ്വതമായി നിൽക്കാൻ പോകുന്നുണ്ടോ, അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അത് സംഘം കൊണ്ടെല്ലാം മറന്നുപോകും. അപ്പൊ ഇതാണ് ആത്മവ്യതിരിക്തേ അസംഗഃ. തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന, ആത്മാവിൽ നിന്ന് അന്യമായിരിക്കുന്ന ദേഹാദികളിൽ അസംഗത വളർത്തിക്കൊണ്ടുവരണം. മനോബുദ്ധ്യഹങ്കാര ചിത്തേ ചിത്താനി നാഹം ന ച ശ്രോത്ര ജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായുഃ
ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് സ്വയം നിരന്തര വിചാരം ചെയ്ത് ഉറപ്പിക്കണം. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. തദ്ബ്രഹ്മ ത്വമസീതി ആത്മനി ഭാവയ. ആ ബ്രഹ്മമാണ് ഞാനെന്ന് നിരന്തരം ഉള്ളിൽ വിചാരം ചെയ്തുറപ്പിക്കുക. ആ ബ്രഹ്മത്തെയാണ് വർണ്ണിച്ചത്, അല്ലെങ്കിൽ ലക്ഷണങ്ങൾ പറഞ്ഞു തന്നത്. ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തി. ഇങ്ങനെ വിചാരം ചെയ്യണം. അപ്പോ ആത്മവ്യതിരിക്തേ അസംഗ. ആത്മാവിൽ നിന്ന് ആത്മാവൊഴിച്ചുള്ള അന്യവസ്തുക്കളോട് അസംഗവും സംഘയില്ലായ്മയും. നിർഗുണേ ബ്രഹ്മണി ആത്മനി ദൃഢാരതി. ഗുണാതീതമായ ഗുണരഹിതമായ ഗുണസംബന്ധമില്ലാത്ത സത്വം രജസ് തമസ് എന്നുള്ള പ്രകൃതി ഗുണങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതായിട്ടുള്ള ബ്രഹ്മണി, ആ ബ്രഹ്മസ്വരൂപം, സർവവ്യാപകമായ ഏറ്റവും വലുതായ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാം ഏതൊന്നിൽ നിന്ന് ഉത്ഭവിച്ച് ഏതൊന്നിൽ നിലനിന്ന് ഏതൊന്നിൽ തന്നെ ലയിക്കുന്നുവോ ആ പരമമായ സത്യം, അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മണി, ആ സത്യത്തിൽ, അത് ആത്മനി, അത് തന്നെയാണ് സ്വന്തം ആത്മാ. ബ്രഹ്മം ആത്മാ രണ്ട് വസ്തുക്കളല്ല, രണ്ട് പേരുകൾ മാത്രമേ ഉള്ളൂ. പ്രപഞ്ച കാരണമായി പറയുമ്പോൾ അത് ബ്രഹ്മം എന്ന് പറയുന്നു. തന്റെ ശരീരത്തിൽ ഇരിക്കുന്ന ചൈതന്യത്തിനെ ആത്മാ എന്ന് പറയുന്നു. ഈ ആത്മാ ആ ബ്രഹ്മം തന്നെ. അയമാത്മാ ബ്രഹ്മ മഹാവാക്യമാണ്. അയമാത്മാ ബ്രഹ്മ. അയമാത്മാ, ഈ ആത്മാവുണ്ടല്ലോ, എന്നെ ഞാനാക്കുന്ന എന്റെ ആത്മാ, അത് പ്രപഞ്ചകാരണമായ ബ്രഹ്മം തന്നെ. തത്വമസി, അത് നീ തന്നെ. അഹം ബ്രഹ്മാസ്മി. ഇവിടെ ആ ബ്രഹ്മണി ആത്മനി, അത് ബ്രഹ്മം തന്നെയാണ് ആത്മാ. രണ്ട് പര്യായ ശബ്ദങ്ങൾ മാത്രമാണ്. രണ്ട് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടിയ രണ്ട് പേരുകളാണ്. ശരീരതലത്തിൽ നിന്ന് നോക്കിയപ്പോൾ ആത്മാ എന്ന് വിളിച്ചു, പ്രപഞ്ചത്തിന്റെ മൊത്തത്തിൽ കാരണമായിട്ട് അന്വേഷിച്ചപ്പോൾ ബ്രഹ്മം എന്ന് വിളിച്ചു. ബ്രഹ്മണി ആത്മനി ദൃഢാരതിഹി യാ സാ ഏവ ഹേതു. ദൃഢാരതിഹി, ഉറച്ചതായിട്ടുള്ള രതി. അപ്പൊ രതി വേണ്ടത് എന്തിലാണ്? ഈ പ്രപഞ്ചകാരണമായ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ആത്മാവിലുള്ള രതി, നിർഗുണമായ ആത്മാവിലുള്ള രതി, ദേഹാദികളിലല്ല. ദേഹത്തെ ആത്മാവെന്ന് കരുതി അതിൽ രമിക്കാനല്ല പറയുന്നത്. മനസ്സിനെ ആത്മാവെന്ന് കരുതി അതിൽ രമിക്കാനല്ല പറയണത്. ഇന്ദ്രിയങ്ങളെ ആത്മാവെന്ന് കരുതി അതിൽ രമിക്കാനല്ല പറയണത്. മൂന്ന് ശരീരങ്ങളെയും മാറ്റി, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ മാറ്റി, പഞ്ചകോശങ്ങളെ മാറ്റി, അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്നിങ്ങനെ ആത്മാവിനെ മറയ്ക്കുന്ന 5 മറകളെയാണ് കോശങ്ങളെന്ന് വിളിക്കുന്നത്. ആത്മാവെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള 5 വസ്തുക്കൾ. വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഉണ്ണിത്തണ്ട് നമ്മൾ തൊലിച്ച് മാറ്റുമ്പോ സംശയിക്കും, കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു, ഇതാണെന്ന് വിചാരിക്കും. പിന്നെയും തൊലിച്ചു നോക്കിയാൽ പിന്നെയും പോകാനുണ്ട്. അങ്ങനെ അവസാനം എല്ലാ തൊലിയും മാറ്റി കഴിയുമ്പോഴാണ് ശരിക്കുള്ള പിണ്ടി കിട്ടുക. ബാക്കിയൊക്കെ പോളകളാണ്. പക്ഷെ നമുക്ക് സംശയം തോന്നും, കഴിഞ്ഞു കഴിഞ്ഞു. അതുപോലെ മറച്ചിരിക്കുക. കോശം എന്നാൽ മറയ്ക്കുന്നത്, ആച്ഛാദനം ചെയ്യുന്നത്. അപ്പൊ തത്വത്തെ മറയ്ക്കുന്നത്, നമ്മളെ ഭ്രമിപ്പിക്കുന്നത് പഞ്ചകോശങ്ങൾ. അപ്പൊ ഇതിനെയൊക്കെ തള്ളണം. ഈ കോശങ്ങളെയൊക്കെ തള്ളിയിട്ട് ഇതല്ല 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 എന്ന് തള്ളി നോക്കുമ്പോഴാണ് വസ്തു തെളിഞ്ഞു കിട്ടുക.
അങ്ങനെ ആ ബ്രഹ്മസ്വരൂപമായ ആത്മാവിൽ ദൃഢമായ രതി, അതിനോടുള്ളതായിട്ടുള്ള ഉറച്ച പ്രേമം, അതിൽ മാത്രം രമിക്കുക എന്നുള്ളതാണ്. ബാക്കി ലോകത്തിൽ ഒന്നിലും രമിക്കുന്നില്ല. കാരണം ലോകത്തിൽ രമിച്ചാൽ അത് ദുഃഖഹേതുവാണ്. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ ആഗമാവായിനോ അനിത്യാഹ താൻ തിതിക്ഷസ്വ ഭാരത. ഈ വിഷയങ്ങളെല്ലാം തന്നെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്, ആഗമ അപായികളാണ്. അവയെ അവഗണിക്കൂ ഭാരത. ഈ ഭരതവംശത്തിൽ അല്ലെങ്കിൽ ഈ ഭാരതദേശത്തിൽ വന്നവരൊക്കെ അങ്ങനെയുള്ളതിനെയൊക്കെ അവഗണിക്കേണ്ടവരാണ്. നതേഷു രമതേ ബുധഃ, ബുധഃ ബുദ്ധിമാന്മാർ, തേഷു ന രമതേ, ആ ദുഃഖയോനികളായിരിക്കുന്ന ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിക്കുന്നില്ല. അത് തന്നെയാണ് വേണ്ടത് ഇവിടെ. അപ്പോൾ അതാണ് ഇവിടെ സാരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് നമ്മുടെ ദുഃഖ കാരണം? ആത്മവ്യതിരിക്തമായവയിലുള്ള രതിയാണ് ഇപ്പൊ നമുക്കുള്ളത്. നിർഗുണമായ ആത്മസ്വരൂപത്തിൽ ബ്രഹ്മത്തിൽ നമുക്കിപ്പോ രതി ഇല്ല. ഇപ്പൊ അതില് അസംഗരാണ് നമ്മള്. നമുക്കിപ്പോ വിപരീതമായിട്ടുള്ള ഭാവമാണുള്ളത്. എന്തിനോട് രതി വേണോ അതിനോട് രതി ഇല്ല, എന്തിനോട് വിരതി വേണോ അഥവാ അസംഗത വേണോ അതുമില്ല. അസംഗത വേണ്ടതിനോട് രതിയും രതി വേണ്ടതിനോട് നിസ്സംഗതയും. ചിന്തിക്കുക, മറിക്കണം. ഒന്ന് തലകിഴായി മറിയാനുണ്ട്. ശാസ്ത്രേഷ്യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്ര്യഗ്വിമൃശേഷു ഹേതുഃ അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയാ സാ ശ്രദ്ധയാ ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവക്കഥയാ പുണ്യയാ ച അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യതൃഷ്ണയാ തൽസമ്മതാനാമ പരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാഹരേർഗുണപീയൂഷപാനാത് അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുന യമൈരകാമൈർനിയമൈശ്ചാപ്യനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിതിക്ഷയാ ച ഹരേർമുഹുസ്തൽപര കർണപൂരഗുണാഭിധാനേന വിജൃംഭമാണയാ ഭക്ത്യാ ഹ്യസംഗഃ സദസത്യനാത്മനി സ്യാൻ നിർഗുണേ ബ്രഹ്മണി ചാഞ്ചസാരഥി. ഇപ്പോ 4 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഇതെങ്ങനെ ഉണ്ടാവും, ഇപ്പോഴുള്ള നമ്മുടെ തലകിഴായിരിക്കുന്ന അവസ്ഥയെ തിരിച്ചിടാനുള്ള വഴികൾ ഏതൊക്കെയാണ്. തലകിഴായി മറിഞ്ഞിരിക്കുന്ന ഒരു വസ്തുവിനെ തിരിച്ചിടണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഏത് വസ്തു എങ്ങനെ തലകിഴായി മറിഞ്ഞിരിക്കുന്നു, അതിനെ എങ്ങനെ തിരിച്ചിടാൻ പറ്റുമെന്ന് നല്ലതുപോലെ നോക്കിയിട്ട് വേണം തിരിച്ചിടാൻ, അല്ലെങ്കിൽ അപകടവും അല്ലേ. അതുപോലെ ഇവിടെ തിരിച്ചിടാനുള്ള വിദ്യയാണ് പറഞ്ഞു തരുന്നത്. ആത്മവ്യതിരിക്തമായതിൽ അസംഗതയും ആത്മാവിൽ രതിയും എങ്ങനെ ഉണ്ടാകും, അതാണ് ഈ 4 ശ്ലോകങ്ങളുടെ വിഷയം. അത് അവസാനമാണത് അന്വയിച്ച് പറയുക. അതായത് ഇതാണ്, അങ്ങനെയായാൽ ഭക്ത്യാഹി അസംഗഃ സദസതി അനാത്മനി, അനാത്മനി അസംഗഃ, അനാത്മാവിൽ അസംഗമുണ്ടാകാനും നിർഗുണേ ബ്രഹ്മണിച്ച് അഞ്ജസാ രതിഹി സ്യാത്, നിർഗുണമായ ബ്രഹ്മത്തിൽ പെട്ടെന്ന് രതി സ്യാത്, സ്യാത് എന്ന് പറഞ്ഞാൽ ഉണ്ടാവും, ഭവിക്കും. അപ്പോ ബ്രഹ്മത്തിൽ രതി ഉണ്ടാവാനും അനാത്മാവിൽ അസംഗതയുണ്ടാകാനുമുള്ള വഴികൾ എന്തൊക്കെയാണ്, സാധനകൾ ഏതൊക്കെ വഴിക്ക് പോയാൽ എന്തൊക്കെ അനുഷ്ഠിച്ചാൽ ഇതുണ്ടാവുമെന്ന് പറയണം. സാ ശ്രദ്ധയാ ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ
യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവക്കഥയാ പുണ്യയാ ച. അപ്പൊ ഈ രതി എങ്ങനെ ഉണ്ടാവും? ഏതിൽ? ആത്മാവിൽ രതി, മറ്റതിൽ അസംഗഭാവവും. അപ്പൊ സാ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പൊ രതിയെ ഉദ്ദേശിച്ചിട്ടാണ് സാ എന്ന് പറയുന്നത്. അസംഗഹ എന്നുള്ളത് പുല്ലിംഗ ശബ്ദമാണ്. അപ്പൊ സഹ എന്ന് പറയേണ്ടിയിരുന്നു. അപ്പൊ ഇവിടെ സാ എന്ന് പറഞ്ഞത് രതി ഉണ്ടാവാനുള്ള വഴി. സാ നിത്യം ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ. നിത്യവും എന്നും മുടങ്ങാതെ എന്നർത്ഥം. സീസണൽ അല്ല, ഒക്കേഷണൽ അല്ല, റെഗുലറായിട്ട് എന്നർത്ഥം. എന്ത് ചെയ്യുകയാണെങ്കിലും, ചെറിയ സാധനയാണെങ്കിലും, ചെറിയ പൂജയാണെങ്കിലും, ചെറിയ ജപമാണെങ്കിലും, ചെറിയ കീർത്തന പാരായണങ്ങളാണെങ്കിലും അതിലൊക്കെ ഒരു നൈഷ്ഠികം, നിഷ്ഠ നിത്യമായിട്ട് റെഗുലറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ മുഖ്യം. അതാണ് നിത്യം ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയ. നിത്യവും ശ്രദ്ധയോടുകൂടി ചെയ്യപ്പെടുന്ന ഭഗവത് ധർമ്മചര്യ. ഭഗവത് ധർമ്മചര്യ എന്ന് പറഞ്ഞാൽ എല്ലാ ധർമ്മചര്യയും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ധർമാനുഷ്ഠാനങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ചാൽ ഭാഗവത ധർമ്മമായി. ഞാൻ എന്തു ചെയ്യുന്നുവോ എൻ്റെ സ്വധർമ്മം അത് ഞാൻ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആ ഒരു ഭാവത്തില് നിത്യവും തന്റെ സ്വധർമ്മങ്ങളായിക്കോട്ടെ. ഗൃഹസ്ഥനാണെങ്കിൽ ഗൃഹസ്ഥൻ, ബ്രഹ്മചാരിയാണെങ്കിൽ ബ്രഹ്മചാരി, വാനപ്രസ്ഥനാണെങ്കിൽ വാനപ്രസ്ഥൻ, സന്യാസിയാണെങ്കിൽ സന്യാസി, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികൾ ഏതോ ആയിക്കോട്ടെ, എവിടെ നിൽക്കുന്നു അവരവരുടെ സ്വധർമ്മത്തെ ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ ഭഗവത് ധർമ്മചര്യയായി. അതുപോലെ ജിജ്ഞാസയാ, ജിജ്ഞാസ വേണം. മനുഷ്യന് വേണ്ട ഗുണമാണ് ജിജ്ഞാസ. കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമുക്കുണ്ട് ജിജ്ഞാസയുണ്ട്, അറിയുവാനുള്ള ആഗ്രഹം. പക്ഷെ മറ്റു പല വിഷയങ്ങളിലേക്ക് അത് തിരിച്ചുവിടുന്നു. ശരിക്കും അറിയേണ്ടത് പരമമായ സത്യം, സത്യം പരം ധീമഹി. ആ പരമസത്യത്തിലേക്ക് തിരിച്ചുവിടണം നമ്മുടെ ജിജ്ഞാസയെ. ജീവസ്യ തത്വജിജ്ഞാസ. ഒരു ജീവന്റെ ഏറ്റവും വലിയ പ്രയോജനം, ജീവിച്ചിരിക്കുന്നതിന്റെ, മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിന്റെ പ്രയോജനം തത്വജിജ്ഞാസയാണ്. എന്താണ് സത്യം എന്നറിയാനുള്ള ആഗ്രഹം. എന്താണ്? ജിജ്ഞാസയ, അറിയാനുള്ള താല്പര്യം. ആധ്യാത്മിക യോഗ നിഷ്ഠയ. ആധ്യാത്മിക യോഗം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ ചേർത്ത് നിർത്തുന്ന, ആത്മാവിൽ നമ്മെ ചേർത്ത് നിർത്തുന്ന, ആത്മാവിനെ നിരന്തരം സ്മരിക്കാൻ ഇടവരുത്തുന്ന, അല്ലെങ്കിൽ ഈശ്വരനോട് ചേർത്ത് നിർത്തുന്ന അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ. അത് ഏത് യോഗമായാലും, കർമ്മയോഗമാവാം, ഭക്തിയോഗമാവാം, ഹഠയോഗമാകാം, രാജയോഗമാകാം, ജ്ഞാനയോഗമാകാം. എല്ലാ സാധനകളും യോഗനിഷ്ഠകൾ തന്നെയാണ്. എന്താണ്? എല്ലാം സാധനകളുടെയും ലക്ഷ്യം, സാധ്യം ഈശ്വരനുമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മാവുമായിട്ടുള്ള ഐക്യമാണ്. ആ യോഗം തന്നെയാണ്. അപ്പൊ യോഗത്തിലുള്ള മാർഗവും യോഗം തന്നെ, ഈശ്വരനുമായിട്ടുള്ള ഐക്യത്തിനുള്ള മാർഗവും യോഗം തന്നെയാണ്. അപ്പോൾ ആ ആധ്യാത്മിക യോഗനിഷ്ഠയ, ആത്മാവിൽ അധിഷ്ഠിതമായ, ആത്മാവിൽ ഉറച്ച, ആത്മാവുമായി നമ്മെ ചേർത്ത് നിർത്തുന്ന യോഗങ്ങളുടെ നിഷ്ഠ കൊണ്ടും സാധനകളുടെ നിഷ്ഠ കൊണ്ടും യോഗേശ്വര ഉപാസനയാ. യോഗേശ്വരന്മാർ എന്ന് പറഞ്ഞാൽ മഹാത്മാക്കൾ, സജ്ജനങ്ങൾ, അവരെ സേവിക്കൽ തന്നെയാണ് ഉപാസന. ഉപാസന എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കലാണ്. ആരുടെ അടുത്തിരിക്കണം? ആരുടെ അടുത്തിരുന്നാൽ നമുക്ക് ഈശ്വരനെ കുറിച്ച് പറഞ്ഞു തരുമോ അവരുടെ അടുത്തിരിക്കണം. ആരുടെ അടുത്തിരുന്നാൽ തത്വമസ്യാദി മഹാവാക്യങ്ങൾ ഉപദേശിക്കുമോ, നിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള നിന്റെ സ്വരൂപത്തെ നീ അറിയ്, നീ നിന്നിലേക്ക് തിരിയ് എന്ന് ആരുപദേശിക്കുന്നുവോ അവരൊക്കെ യോഗേശ്വരന്മാർ തന്നെയാണ്. അപ്പൊ യോഗേശ്വരന്മാരുടെ സേവ അല്ലെങ്കിൽ ഉപാസന, അവരുടെ അടുത്തിരിക്കുക. ഇനി യോഗേശ്വരോപാസന എന്നുള്ളത് കൊണ്ട് ഈശ്വരോപാസന എന്നെടുക്കാം. യോഗേശ്വരനായ ഭഗവാനെ ഉപാസിക്കുക, സേവിക്കുക, പൂജിക്കുക, അതൊക്കെ തന്നെ യോഗേശ്വരോപാസന. യോഗേശ്വര ഉപാസനയാ. അതുപോലെ പുണ്യയാ പുണ്യസ്രവ കഥയാ. പുണ്യയാ, പവിത്രമായിരിക്കുന്ന
പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള പുണ്യശ്രവന്റെ കഥ. പുണ്യശ്രവൻ എന്ന് പറഞ്ഞാൽ ആരുടെ സ്രവസ്സാണോ, ആരുടെ കീർത്തിയാണോ നമ്മളെ പവിത്രീകരിക്കുന്നത്, ആ ഭഗവാന്റെ പേരാണ് പുണ്യശ്രവ. തസ്യ കഥയാ പുണ്യശ്രവ കഥയാ. പുണ്യശ്രവന്റെ കഥകൾ കേൾക്കുന്നത് കൊണ്ട്, ഭഗവാന്റെ ഈശ്വരന്റെ കഥകൾ കേൾക്കുന്നത് കൊണ്ടും സാ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. സാ ഭവതി, അവൾ ഭവിക്കുന്നു. അവൾ ഭവിക്കുന്നു എന്ന് ആ രതി ഉണ്ടാകുന്നു എന്നർത്ഥം. ഏതില്? നിർഗുണമായിരിക്കുന്ന ആത്മസ്വരൂപത്തിൽ ബ്രഹ്മതത്വത്തിൽ രതി ഉണ്ടാവാനുള്ള വഴി ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞതാണ്. എന്തൊക്കെയാണ്? ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ജിജ്ഞാസയാ ആധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യയാ പുണ്യശ്രവകഥയാ. 5 ഉപായങ്ങള് ഈ 1-ാം ശ്ലോകത്തിൽ പറഞ്ഞു. ഇനിയും തുടരുകയാണ്. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യ തൃഷ്ണയാ തൽ സമ്മദാനാം അപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിതോഷ ആത്മൻ വിനാ ഹരേർഗുണപീയൂഷപാനാത്. ഇവിടെ അർത്ഥ ഇന്ദ്രിയാരാമ സഗോഷ്ഠി അതൃഷ്ണയ. അവിടെ അതൃഷ്ണയാണ്. അതൃഷ്ണ എന്ന് പറഞ്ഞാലോ തൃഷ്ണാരാഹിത്യമാണ്, തൃഷ്ണ ഇല്ലായ്മയാണ് അതൃഷ്ണ. അതൃഷ്ണ വേണം എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലായ്മ വേണം. എന്തില്? അർത്ഥങ്ങളിലും ഇന്ദ്രിയാരാമന്മാരുടെ ഗോഷ്ഠികളിലും. ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നർത്ഥമാണ്, സഹവാസം, അവരുമായി ചേർന്നിരിക്കുക. ആരുടെ? ഇന്ദ്രിയാരാമന്മാർ. ഇന്ദ്രിയാരാമന്മാർ ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിക്കുന്നവർ, അസുര സ്വഭാവമുള്ളവരാണ് അവര്. ആരാണോ ഇന്ദ്രിയങ്ങളിൽ രമിക്കുന്നത് അവരെ തന്നെയാണ് അസുരന്മാരെന്ന് പറയുന്നത്. അസു പ്രാണനെന്നും ഇന്ദ്രിയങ്ങളെന്നും പര്യായം. അപ്പൊ അസുഷു ഇന്ദ്രിയാർത്ഥേഷു രമന്തേ ഇതി അസുരാഹ. ആരാണോ ഇന്ദ്രിയ വിഷയങ്ങളിൽ രമിക്കുന്നത് അവരെയാണ് അസുരന്മാരെന്ന് പറയുന്നത്. അപ്പോ എന്താ പറയുക, ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് ആസക്തരായിരിക്കുന്ന, അതിൽ രമിക്കുന്നവരായിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ കൂട്ടുകൂടിയാലോ അവരുടെ സ്വഭാവം പകർന്നു കിട്ടും. ഏത് സംഘമാണോ ആ സംഘത്തിന്റെ ഗുണം കിട്ടും. സത്സംഗമാണെങ്കിൽ സത്സംഗത്തിന്റെ ഫലം, ദുസ്സംഗമാണെങ്കിൽ ദുസ്സംഗത്തിന്റെ ഫലം. ചന്ദനത്തോട് ചേർന്നാൽ ചന്ദനം മണക്കും, ചാണകത്തോട് ചേർന്നാൽ ചാണകം മണക്കും. അല്ലേ? ഏതാ വേണ്ട തീരുമാനിച്ചോളൂ. അപ്പൊ അതാണ് ഇവിടെ അർത്ഥങ്ങൾ, വിഷയങ്ങൾ, അതുപോലെ ഇന്ദ്രിയ വിഷയങ്ങൾ, അതിലൊക്കെയുള്ള ആ രാമന്മാര്, അവരുടെ സഗോഷ്ഠി. സഗോഷ്ഠി എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കലാണ്. ആ ഗോഷ്ഠിയിൽ നമ്മളും ചേർന്നിരിക്കുക, ഗോഷ്ഠിയോട് കൂടെ ഇരിക്കുക എന്നുള്ള തൃഷ്ണ ഇല്ലായ്മ അതൃഷ്ണയാ. അർത്ഥ ഇന്ദ്രിയാരാമ സഗോഷ്ഠി അതൃഷ്ണയാ തൽ സമ്മതാനാം അപരിഗ്രഹേണ ച. തൽ സമ്മതാനം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഇന്ദ്രിയാരാമന്മാരായിട്ടുള്ളവർക്ക് സമ്മതങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ, അതിനെ അപരിഗ്രഹത്തോടുകൂടെ. അപരിഗ്രഹം എന്ന് പറഞ്ഞാലോ സ്വീകരിക്കാതിരിക്കുക. അപ്പൊ ഇന്ദ്രിയാരാമന്മാർക്ക് എന്തൊക്കെയാണോ താല്പര്യം, അവരെന്തിനെക്കുറിച്ചൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുവോ, നമ്മളോട് പറയുന്നുവോ, അത് പറഞ്ഞത് കേൾക്കാതെ, അവരുടെ പ്രോത്സാഹനത്തിന് വഴങ്ങാതെ, അവർ പറയുന്നത് ചെവിക്കൊള്ളാതെ, അതിനെ പരിഗ്രഹിക്കാതെ, സ്വീകരിക്കാതെ എന്നർത്ഥം. പരിത്യാഗം കൊണ്ടും. അപ്പൊ അവർക്ക് സമ്മതമായ വിഷയങ്ങളാണോ, എന്നാ പിന്നെ വേണ്ടേ വേണ്ട. അല്ലേ? ചില കൂട്ടര് നമ്മുടെ കേരളത്തിൽ മാത്രമുള്ളൊരു കൂട്ടരാണ്. അല്ലേ? അവര് ഏതൊരു നല്ല കാര്യം വരുമ്പോഴും ഉടനെ എതിർക്കും. അപ്പൊ അവരെതിർക്കുന്നതാണോ നല്ല കാര്യമാണോ എന്ന് തീരുമാനിക്കാം നമുക്ക്. ചില ആളുകൾ എതിർക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളായിരിക്കും. അത് അസുര സ്വഭാവമാണ്. അതുപോലെ ഇവിടെ ചിലർക്ക് സ്വീകാര്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചാൽ മതി, രക്ഷപ്പെടും. അപ്പോ തൽ സമ്മതാനാം അപരിഗ്രഹേണ ച ഹരേഹേ ഗുണപീയൂഷപാനാത് വിനാ വിവിക്തരുച്യ ആത്മൻ പരിതോഷ. അപ്പൊ ഹരേഹേ, ആ ഹരിയുടെ ഭഗവാന്റെ ഗുണപീയൂഷപാനാത് വിന,
ഭഗവാന്റെ ഗുണപീയൂഷം, ഭഗവാന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്ന പീയൂഷം, അമൃതം, അതിന്റെ പാനത്തിൽ താല്പര്യം ഇല്ലാത്ത സമയങ്ങളിൽ വിനാ വിവിക്തരുച്യ, വിവിക്തം എന്ന് പറഞ്ഞാല് വിജനം, ഏകാന്തം എന്നൊക്കെ അർത്ഥം. അതിൽ രുചി, ഏകാന്തത്തിൽ ഇരിക്കാനുള്ള താല്പര്യം. ഇപ്പൊ ഭഗവാന്റെ കഥയിൽ ഇപ്പൊ തൽക്കാലം ശ്രദ്ധ വരുന്നില്ല എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഗോഷ്ഠിയിൽ പോയിരിക്കുകയല്ല വേണ്ടത്, ദുസ്സംഗത്തിൽ പോയിരിക്കുകയല്ല വേണ്ടത്, ഏകാന്തത്തിൽ പോയിരിക്കുക, അഴുക്ക് പുരളാതിരിക്കാൻ വേണ്ടി. ഇത്രയും നേരം ഭഗവാന്റെ കഥകൾ കേട്ട് അതിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ശുദ്ധി പെട്ടെന്ന് പോയി കിട്ടും. അല്പനേരം ടി വി തുറന്നാൽ മതി, അല്ലെങ്കിൽ ദുഷ്ടന്മാരുമായിട്ട് സംസാരിച്ചാൽ മതി, കുറച്ചു നേരം കൊണ്ട് പോയി കിട്ടും. നല്ല പാലട പ്രഥമൻ ഉണ്ടാക്കിയിട്ട് ഇത്തിരി മണ്ണെണ്ണ ഒഴിച്ചാൽ മതി, അല്ലെ, ഒരു തുള്ളി മണ്ണെണ്ണ അതിൽ വീണാൽ മതി. അല്ലെങ്കിൽ എന്താ പറയുക, വല്ല ഉള്ളി അരച്ച മിക്സിയിലിട്ടിട്ട് എന്തെങ്കിലും നല്ല സാധനം ഇട്ട് അരച്ചു കഴിഞ്ഞാൽ എല്ലാം ഉള്ളിമയമായിട്ട് സ്മെല്ല് ചെയ്യും. വെളുത്തുള്ളിയാണെങ്കിൽ പറയുകയും വേണ്ട. അതുപോലെയാണ് ഈ പറഞ്ഞ വിഷം, ഈ പറയുന്ന ദുസ്സംഗം. അപ്പൊ അതുകൊണ്ട് അകന്നിരിക്കുക, ദുസ്സംഗത്തിൽ നിന്ന് അകന്നിരിക്കാൻ ഏകാന്തത. വിവിക്തരുച്യ, വിവിക്തരുചി, വിജനത്തിൽ വസിക്കാനുള്ള താല്പര്യം. ആത്മൻ പരിതോഷ, ആത്മൻ ആത്മനി, തന്നിൽ തന്നെ ഉള്ള തോഷം, പരിതോഷം, സംതൃപ്തി, കണ്ടന്റ്മെന്റ്, സെൽഫ് കണ്ടന്റഡ് ആയിരിക്കുക, അവനവനിൽ തന്നെ തൃപ്തരായിരിക്കുക. വേറെ ലോകത്തില് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ എന്ന് ചിന്തിക്കാതിരിക്കാം, എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാതിരിക്കാം. ഒന്നുമില്ലാതെ സ്വസ്ഥരായി തൃപ്തരായി ആനന്ദമായിരിക്കാൻ പഠിക്കണം, ആരുടെയും സഹായമില്ലാതെ. അതാണ് ആത്മൻ പരിതോഷ, തന്നിൽ തന്നെ സന്തുഷ്ടി. അങ്ങനെ പരിശീലിച്ചുകൊണ്ട് എന്നർത്ഥം. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യതൃഷ്ണയ തൽസമ്മതാനാമപരിഗ്രഹേണ ച വിവിക്തരുച്യ പരിതോഷ ആത്മൻ വിനാഹരേർ ഗുണപീയൂഷപാനാത്. അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീതുന യമൈർ അകാമൈർ നിയമൈശ്ചാപ്യനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിരീക്ഷയാ ച. ഇനിയും സാധനകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്നിവിടെ നിർത്താൻ കാരണം എനിക്ക് 7 മണിക്ക് സൗന്ദര്യലഹരിയും കൂടി വെച്ചിട്ടുണ്ട്. 7 മണിക്ക് സൗന്ദര്യലഹരി സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റില് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിർത്തുന്നു. ഇനി നാളെ ക്ലാസ് ഇല്ല, മറ്റന്നാൾ ഞാൻ നോക്കിയിട്ട് അനൗൺസ് ചെയ്യാം. മറ്റന്നാൾ മുതൽക്കൊരു ചെറിയ ചികിത്സയ്ക്ക് വേണ്ടി, ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി 10 ദിവസമോ 12 ദിവസമോ വൈദ്യൻ പറയുന്നത് പോലെ വിശ്രമിക്കാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ് മുടക്കാതിരിക്കാനാണ് എൻ്റെ മനസ്സ്. അവിടുത്തെ സൗകര്യം നോക്കിയിട്ട് ഞാൻ ടൈം അനൗൺസ് ചെയ്യാം, നിങ്ങൾ നോക്കുക. എന്തായാലും രാവിലെ നേരത്തെ ഉണ്ടാവില്ല, രാവിലത്തെ 11 മണി സമയം മിക്കവാറും പറ്റും തോന്നില്ല. അപ്പോൾ വൈകുന്നേരങ്ങളിലായിരിക്കും. വൈകുന്നേരം ഏതാ സമയം എനിക്ക് സൂട്ടബിൾ അവിടെ അറിയില്ല, നോക്കിയിട്ട് ചെയ്യാം, അവിടെ പോയിട്ട് ചെയ്യാം. എന്തായാലും നിരാശരാവണ്ട. എനിക്ക് ശബ്ദം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ, ഏകാന്തതയും ഉണ്ടെങ്കിൽ, ആരുടെയും ശല്യമൊന്നുമില്ലെങ്കിൽ ക്ലാസ് എടുക്കാം. ബാക്കി എല്ലാ സൗകര്യവും അവിടെ ഉണ്ട്. ഹരി ഓം. അപ്പോൾ അടുത്തൊരു 10-12 ദിവസം വിടുന്നായിരിക്കില്ല ക്ലാസ്. ഒറ്റപ്പാലം, പാലപ്പുറം, പടിഞ്ഞാറേക്കര ആയുർവേദ റിസർച്ച് സെന്റർ. ഹരി ഓം. സൗന്ദര്യലഹരിക്ക് വരുന്നവർ 7 മണിക്ക് 6:45 തന്നെ ലോഗിൻ ചെയ്യണം. നാളെ ദേവി മാഹാത്മ്യം ഉണ്ടായിരിക്കും തപോവരിഷ്ഠ ആശ്രമത്തിൽ. ഓം.
കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. ഹരി ഓം. ഹരി